ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ ഏവൻഗേലിയോൻ ചിന്ത വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. വാങ്ങിപ്പിന് ശേഷം 1-ാമത്തെ ഞായറാഴ്ച, അതായത് ശുനോയോ പെരുന്നാളിന് ശേഷം 1-ാമത്തെ ഞായറാഴ്ച. ഈ വേദഭാഗം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യേശുക്രിസ്തു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവൻ്റെ അവസാന യാത്രകളിലൊന്നാണ്. യേശു തനിക്ക് വരാനിരിക്കുന്ന പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും 3 പ്രാവശ്യം ശിഷ്യന്മാരോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞ ശേഷം ഉടനെയാണ് ഈ സംഭവം നടക്കുന്നത്. യേശു തൻ്റെ മരണത്തെക്കുറിച്ചും യാഗത്തെക്കുറിച്ചും ഗൗരവമായി സംസാരിച്ചപ്പോൾ സെബേദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവരുടെ അമ്മയും ചേർന്ന് യേശുവിൻ്റെ മഹത്വത്തിലുള്ള രാജ്യത്തിൽ തങ്ങൾക്ക് വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും സ്ഥാനങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. യേശു രാഷ്ട്രീയമായ ഒരു വിപ്ലവത്തിലൂടെ റോമാ സാമ്രാജ്യത്തെ പുറത്താക്കി ഇസ്രായേൽ ഭരണം സ്ഥാപിക്കുമെന്നും അപ്പോൾ തങ്ങൾ ഉന്നത പദവി കയറിപ്പറ്റാമെന്നുമുള്ള സ്വാർത്ഥ മോഹമാണ് അവർ പ്രകടിപ്പിച്ചത്. അത് മറ്റുള്ള 10 ശിഷ്യന്മാർക്ക് അവരുടെ അസൂയയും കോപവും ഉണ്ടാകുവാൻ ഇത് കാരണമായി. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഈ ചിന്തയിൽ പ്രധാനമായിട്ടും 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് ഈ ഏവൻഗേലിയോൻ വേദഭാഗം മുന്നോട്ട് പോകുന്നത്. ഒന്ന്, പദവിയല്ല പീഡാനുഭവമാണ് പ്രധാനമെന്ന് പറയുകയാണ്. രണ്ടാമത്, യഥാർത്ഥ മഹത്വത്തിന്റെ പുതിയ നിർവചനം. മൂന്നാമത്, ക്രിസ്തുവിന്റെ മാതൃകയും മോചനവിലയും. പ്രിയമുള്ളവരെ, 1-ാമത്തെ ചിന്ത പറയുകയാണ്, ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം ഉറപ്പാക്കാൻ ശ്രമിച്ച. They wanted the answer before asking. അതായത് യേശുക്രിസ്തുവിനോട് അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങയോട് അപേക്ഷിക്കുന്നതെല്ലാം അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഈ ചിന്തയിൽ യാക്കോബും യോഹന്നാനും തങ്ങളുടെ ആവശ്യം ആദ്യം പറയാതെ തങ്ങൾ ചോദിക്കാൻ പോകുന്ന കാര്യത്തിന് യേശുവിന്റെ സമ്മതം ആദ്യം ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ സമീപനം നമ്മയും ആത്മപരിശോധനയ്ക്ക് വിളിക്കുകയാണ്. ഞാൻ ദൈവത്തോട് എൻ്റെ ഇഷ്ടത്തിന് സമ്മതം വാങ്ങാനോ ആണോ പ്രാർത്ഥിക്കുന്നത്, അതെയോ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാനാണോ പ്രാർത്ഥിക്കുന്നത്? പലപ്പോഴും നമ്മൾ നമ്മുടെ തീരുമാനമെടുത്തതിന് ശേഷം കർത്താവിനെ കൊണ്ട് അത് സാധിച്ചെടുക്കുക എന്നുള്ളതാണ് പലരുടെയും ആഗ്രഹം. ഞാനൊരു ദേശത്ത് പോകണമോ, അല്ലെങ്കിൽ ആ ജോലിക്ക് കയറണമോ, ഇതെല്ലാം നമ്മൾ തീരുമാനിച്ച ശേഷം ദൈവത്തോടെ ആലോചനയ്ക്കായിട്ട് ദൈവത്തോട് അത് സാധിച്ചു തരാനായിട്ട് അപേക്ഷിക്കണം. അതല്ല യഥാർത്ഥമായ അവസ്ഥ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 42-ാമത്തെ വാക്യം പറയുന്നത്, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം സംഭവിക്കട്ടെ എന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് റോമർ 12:2 ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയാനാണ് ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കർത്താവാണ് നമ്മെ വഴി നടത്തുന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് ആയിരിക്കാം. സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ് പറയുകയാണ്, പ്രാർത്ഥന നമ്മുടെ ഇഷ്ടം ദൈവത്തിന്മേൽ അടിച്ചേൽപ്പിക്കുന്നതല്ല, ദൈവഹിതത്തിന് നമ്മുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്തുന്നതാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ചോദിക്കുന്നതിന് പോലെ ചെയ്തു തരാതെ ദൈവം ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. 2-ാമത്തെ ചിന്ത, ഞങ്ങൾ എന്ന വാക്ക് വ്യക്തിപരമായ ആഗ്രഹത്തിന് കൂട്ടായ ശക്തി, ദ പവർ ഓഫ് വി. ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾക്ക് ചെയ്തു തരണമേ എന്ന് പറയുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ വാക്കാണ് ഞങ്ങൾ. യാക്കോബിന്റെ മാത്രം ആഗ്രഹമല്ല, യോഹന്നാൻ അതിൽ പങ്കാളികളാണ്. ഒരേ ആഗ്രഹമുള്ള 2 പേരും പരസ്പരം പിന്തുണയ്ക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നാൻ എളുപ്പമാണ്. എന്നാൽ കൂട്ടായ സമ്മതം ദൈവഹിതത്തിന് തെളിവല്ല. അതുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങളെ എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത് എന്നതുകൊണ്ട് മാത്രം ശരിയാണെന്ന് കരുതരുത്. ദൈവവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 21-ാമത്തെ വാക്യം പറയുന്നത്, എല്ലാം ശോധന ചെയ്യണം, എന്നിട്ട് അത് നല്ലതിനെയാണ് മുറുകെ പിടിക്കേണ്ടത്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കണം എന്ന് പറയുകയാണ്. കൈസരിയയിലെ വിശുദ്ധ ബസേലിയോസ് ഓർമ്മിപ്പിക്കുകയാണ്, ജനക്കൂട്ടത്തിന്റെ അഭിപ്രായമല്ല, സത്യമാണ് നമ്മുടെ മാർഗദർശി. വിശുദ്ധനായിരിക്കുന്ന സ്വർണ്ണനാവുകാരൻ ഇവാനിയോസ് കൂടി പറയുകയാണ്, മനുഷ്യരുടെ പ്രശംസയേക്കാൾ ദൈവത്തിന്റെ അംഗീകാരമാണ് അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് കൂടെയുള്ള എല്ലാവരും പറയുകയാണ് സത്യമാണ്,
എന്ന് പറയുമ്പോൾ ഇത് ദൈവഹിതമാണോ എന്ന് നമ്മൾ ആദ്യം ചോദിക്കണം. കൂട്ടുകാരുടെ സമ്മർദ്ദത്തെക്കാൾ ദൈവവചനത്തെ തിരഞ്ഞെടുക്കുകയും എല്ലാവരും പറയുന്നു എന്നതിന് പകരം ദൈവം എന്ത് പറയുന്നു അന്വേഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ ചിന്ത, അനുയോജ്യമല്ലാത്ത സമയത്തെ ഒരു അപേക്ഷ. ഇൻഅപ്രോപ്രിയേറ്റ് ടൈമിംഗ് ഓഫ് റിക്വസ്റ്റ്. യേശു തന്റെ പീഡാനുഭവത്തെയും കുരിശിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരവമേറിയ സമയത്ത് വിശുദ്ധ യാക്കോബും വിശുദ്ധ യോഹന്നാനും സ്വന്തം സ്ഥാനത്തെക്കുറിച്ച് ചോദിക്കുന്ന യേശുവിന്റെ മുമ്പിലുള്ള കുരിശിനേക്കാൾ അവർ സ്വന്തം ഭാവിയിലെ സ്ഥാനത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഇവിടെ നമ്മൾ കാണേണ്ടത് അപേക്ഷയുടെ തെറ്റല്ല, അപേക്ഷയുടെ സമയത്തെയും സാഹചര്യത്തെയും തിരിച്ചറിയാത്ത ആത്മീയ അപക്വതയാണ്. മറ്റൊരാളുടെ വേദന കേൾക്കുമ്പോൾ സ്വന്തം കാര്യം പറയാൻ പാഞ്ഞു പോകാതെ ആദ്യം കേൾക്കാനും കൂടെ നിൽക്കാനും നാം പഠിക്കണം. കരയുന്നവരോടുകൂടെ കരയുന്നേ, റോമർ 12:15 നമുക്ക് കാണുവാൻ സാധിക്കും. ആയതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അനുയോജ്യമായ സമയത്ത് നമ്മൾ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുകയും ചോദിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആരെങ്കിലും വേദനിച്ചിരിക്കുമ്പോൾ, പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ അവരെ കുറച്ചുകൂടി വേദനപ്പെടുത്താതെ അവരെ സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും വാക്കുകളിലൂടെ അവരെ ജീവിതത്തിൻ്റെ സന്തോഷ നിമിഷങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. യാക്കോബ് 1:19 പറയുന്നുണ്ട്, കേൾപ്പാൻ വേഗതയും സംസാരിപ്പാൻ താമസമുള്ളവനായിരിക്കട്ടെ. അതുകൊണ്ടാണ് വിശുദ്ധ അഫ്രഹാത്ത് പറയുന്നത്, സ്നേഹമുള്ളവൻ തന്റെ സഹോദരന്റെ ഭാരത്തെ സ്വന്തം ഭാരമായി കണക്കാക്കാം. വിശുദ്ധനായ അപ്രയം ഓർമ്മിപ്പിക്കുകയാണ്, മറ്റൊരാളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന ഹൃദയമാണ് യഥാർത്ഥത്തിൽ കരുണയുള്ള ഹൃദയം. അതുകൊണ്ട് ഇന്നു മുതൽ എനിക്കെന്ത് പറയണമെന്നതിന് മുമ്പ് ഇപ്പോൾ പറയാനുള്ള സമയമാണെന്ന് ചോദിക്കാം. മറ്റുള്ളവരുടെ വേദനയുടെ സമയത്ത് എൻ്റെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് ആദ്യം കേൾക്കാനും ആശ്വസിപ്പിക്കാനും പ്രാർത്ഥിക്കാനും പഠിക്കണം. നാലാമത്തെ ചിന്ത, അമ്മയുടെ പിന്തുണയോടെയുള്ള സമീപനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവിടെ ഇതേ സംഭവം തന്നെ വിവരിക്കുന്നത് അവരുടെ അമ്മ കർത്താവിനോട് അപേക്ഷിക്കുന്നതായിട്ടാണ്. ഇടത്തും വലത്തും ഇരുത്തണം എന്ന് ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു അമ്മ മക്കൾക്ക് വേണ്ടി എന്തെന്ന് മാത്രമല്ല, മനുഷ്യബന്ധങ്ങളുടെ സ്വാധീനത്തിന്റെ സഹായത്തോടെ ദൈവരാജ്യത്തിൽ പ്രത്യേക സ്ഥാനം നേടാമെന്നുള്ള ചിന്തയാണ് ഇവിടെ കാണുന്നത്. ആത്മീയ ജീവിതത്തിൽ മറ്റൊരാളുടെ ശുപാർശയും ബന്ധം ഉപയോഗിച്ച് മുന്നിൽ എത്തുന്നതിനേക്കാൾ സ്വന്തം വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയാണ് വേണ്ടത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതല്ലെന്ന് 118-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം പറയുന്നുണ്ട്. ഗലാത്യർ 1:10 പറയുന്നതാണ്, മനുഷ്യരുടെ പ്രസാദമല്ല ദൈവത്തിന്റെ പ്രസാദമാണ് അന്വേഷിക്കേണ്ടതെന്ന് പൗലോസ് പറയുന്നത്. ഓരോരുത്തരും സ്വന്തം പ്രവൃത്തിയുടെ ഭാരം ചുമക്കുന്ന ഗലാത്യർ 6:5 ഓർപ്പിക്കുന്നത് തന്നെയാണ്. വിശുദ്ധനായ അലക്സാന്ദ്രിയയിൽ അത്താനാസ്യൂസ് പഠിപ്പിക്കുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്നവൻ മനുഷ്യരുടെ മഹത്വത്തെ അല്ല സത്യത്തെയാണ് അന്വേഷിക്കുന്നത്. അലക്സാന്ദ്രിയയിലെ കൂറിലോസ് നമ്മൾ ഓർപ്പിക്കുകയാണ്, ക്രിസ്തുവിന്റെ ശിഷ്യൻ മനുഷ്യരുടെ ബഹുമതിയാൽ ഉയരുന്നവനല്ല, വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുന്നതാണ്. ഇന്നു മുതൽ എൻ്റെ ആത്മീയ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരുടെ സ്വാധീനത്തിന്റെയോ ശുപാർശയുടെ പിന്നിൽ ഒളിപ്പിക്കാതെ ഞാൻ തന്നെ ഏറ്റെടുക്കും. എൻ്റെ കഴിവുകളിലും മനുഷ്യബന്ധങ്ങളിലും മാത്രം ആശ്രയിക്കാതെ ആദ്യം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കാൻ ഞാൻ പഠിക്കും. എളുപ്പ വഴിയിലൂടെയോ അന്യായമായ സ്വാധീനത്തിലൂടെ നേട്ടങ്ങൾ നേടുന്നതിന് പകരം സത്യസന്ധമായി അധ്വാനിക്കുന്ന വഴിയാണ് ഞാൻ തിരഞ്ഞെടുക്കുക. മറ്റുള്ളവർ എനിക്ക് വേണ്ടി വാതിൽ തുറക്കണമെന്നതിലുപരി ദൈവം കാണിക്കുന്ന വഴിയിൽ വിശ്വസ്തനായി നടക്കണം എന്നത് ഞാൻ ഓർക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഞ്ചാമത്തെ ചിന്ത, സഹോദരങ്ങൾ തമ്മിലൊരു രഹസ്യധാരണ, സീക്രട്ട് എഗ്രിമെന്റ് ബിറ്റ്വീൻ ബ്രദേഴ്സ്. യാക്കോബ് യോഹന്നാനും അവന്റെ അടുക്കൽ വന്ന് ഗുരു ഞങ്ങൾ ചോദിക്കുക ചെയ്തു തരണമെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ ഈ വചനത്തിൽ നിന്ന് യാക്കോബ് യോഹന്നാനും തമ്മിൽ ആലോചിച്ചതിനു ശേഷം മറ്റുള്ള ശിഷ്യരെ അറിയിക്കാതെ യേശുവിന്റെ അടുക്കൽ ഒന്നായിട്ട് കാണുവാൻ സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ അമ്മയാണ് ഈ അപേക്ഷയായിട്ട് വരുന്നത്. ഈ ആഗ്രഹം എത്രത്തോളം വ്യക്തിപരമായ ഒരു പദ്ധതിയായി മാറിയിരുന്നു എന്ന് കാണിക്കുകയാണ്. ഇവിടെ പ്രശ്നം സഹോദരങ്ങൾ തമ്മിൽ ആലോചിച്ചതല്ല, മറ്റുള്ളവരെ ഒഴിവാക്കി സ്വന്തം നേട്ടത്തിനായി രഹസ്യധാരണ ഉണ്ടാക്കുന്ന മനോഭാവം. സഭയിലും കുടുംബത്തിലും കൂട്ടായ്മയും നമുക്കും മാത്രം എന്ന ചിന്ത വളരുമ്പോൾ ഐക്യത്തിന് പകരം വിഭാഗ്യതയും വിശ്വാസത്തിന് പകരം സംശയം ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, റോമർ 12:16 പറയുന്നത്, പരസ്പരം ഒരേ മനസ്സോടെ ഏക മനസ്സോടെ ഇരിക്കണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം ആത്മാവിന്റെ ഐക്യം കാത്തുള്ളതെന്ന് ഓർമ്മിപ്പിക്കുന്നു. അലക്സാന്ദ്രിയയിലെ വിശുദ്ധ കൂറിലോസ് പറയുന്നത് എങ്ങനെയാണ്, ക്രിസ്തുവിൽ നാം അനേകരാണെങ്കിൽ അവനിൽ ഒരേ ശരീരമാണ്. വിശുദ്ധനായ അപ്രയം അതുകൊണ്ടാണ് പറയുന്നത്, സ്നേഹം ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുന്നു, സ്വാർത്ഥത അവയെ വേർതിരിക്കുന്നു.
മറ്റുള്ളവർ ഒഴിവാക്കി എൻ്റെ നേട്ടത്തിനായി രഹസ്യധാരണ ഉണ്ടാക്കൽ നാം മാറി നിൽക്കണം. ഒരു കൂട്ടായ്മയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ബന്ധപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായത്തെ, അവകാശത്തെ നമ്മൾ മാനിക്കണം. എനിക്ക് മാത്രം എന്ത് ലഭിക്കും എന്ന ചോദ്യത്തിന് പകരം നമുക്ക് എന്ത് നന്മയൊന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യത്തിലേക്ക് നാം തിരിച്ചു വേണം. സഭയിലാകട്ടെ, പള്ളിയിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, സുഹൃത്ത് ബന്ധങ്ങളിലാകട്ടെ, കൂട്ടുകെട്ടുകളിലാകട്ടെ, സുതാര്യതയും വിശ്വാസവും ഐക്യവും വളർത്തുന്ന വ്യക്തിയായി ജീവിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. ആറാമത്തെ ചിന്ത നമ്മൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് സ്വന്തം ആളുകൾക്ക് മുൻഗണന നൽകാനുള്ള ആഗ്രഹം. ഡിസയർ ടു ഗീവ് പ്രയോറിറ്റി ടു വൺസ് ഓൺ പീപ്പിൾ. ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരാൻ ഓർമ്മിപ്പിക്കുമ്പോൾ യാക്കോബും യോഹന്നാനും മറ്റുള്ള ശിഷ്യരേക്കാൾ തങ്ങൾക്ക് പ്രത്യേക സ്ഥാനം ലഭിക്കണം എന്ന ആഗ്രഹമാണ് മുന്നോട്ട് വെച്ചത്. പ്രിയമുള്ളവരെ, ഇവിടെ വെളിവാകുന്ന എൻ്റെ ആളുകൾ ആദ്യം എന്ന മനോഭാവമാണ്. കുടുംബത്തോടുള്ള സ്നേഹം തെറ്റല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ അവരുടെ അമ്മ മക്കൾക്കായി ആവശ്യപ്പെടുകയാണ്. കുടുംബത്തോടുള്ള സ്നേഹം തെറ്റല്ല, എന്നാൽ ആ സ്നേഹം നീതിയെ മറികടന്ന് മറ്റുള്ളവരുടെ അവകാശം കവർന്നെടുക്കുമ്പോൾ അത് സ്വജന പക്ഷപാതമായി മാറും. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ബന്ധത്തിന്റെ പേരിൽ ഒരാൾക്കും അന്യായമായ പ്രത്യേക പരിഗണനയില്ല. മുഖപക്ഷം കാണിക്കാതെ ന്യായവിധി നടത്തുമെന്നാണ് ലേവ്യ പുസ്തകം 19:15 പറയുന്നത്. ദൈവം പക്ഷപാതമില്ലാത്തവനാണ്. റോമർ 2:11 കാണുവാൻ സാധിക്കുന്നത്. മുഖപക്ഷം കാണിക്കുന്നത് നല്ലതല്ല. യാക്കോബ് 2:9 അത് തന്നെയാണ് പറയുന്നത്. വിശുദ്ധനായ അത്താനാസിസ് പഠിപ്പിക്കുന്നതിനാണ് ക്രിസ്തുവിൽ മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കാൾ സ്നേഹത്തിന്റെ ബന്ധമാണ് പ്രധാനം. വിശുദ്ധ യാക്കോബ്, സ്രോഗിലെ യാക്കോബ് പറയുകയാണ്, സ്നേഹം തൻ്റെവരെയും അന്യരെയും തന്നെവരെയും വേർതിരിക്കുന്നില്ല. അത് സ്വന്തക്കാരെയും അന്യരെയും വേർതിരിക്കുന്നില്ല. അത് എല്ലാവരിലേക്കും കരുണയായി ഒഴുകുന്നു എന്ന് പറയുക. ഇന്നു മുതൽ ഇവൻ എൻ്റെ ആളാണ് എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് അന്യായമായ മുൻഗണന നൽകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ ബന്ധുക്കളെ സ്നേഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ അവകാശങ്ങളും അവസരങ്ങളും തുല്യമായി മാനിക്കണം. എൻ്റെ ആളെ സംരക്ഷിക്കണം അതോ നീതിയെ സംരക്ഷിക്കണമെന്ന സാഹചര്യം വന്നാൽ ഞാൻ നീതിയുടെ പക്ഷത്ത് നിൽക്കും. കുടുംബത്തിലും സഭയിലും ജോലി സ്ഥലത്തും എല്ലാവരോടും സ്നേഹത്തോടും ആദരവോടും നിഷ്പക്ഷതയോടും പെരുമാറുന്ന ജീവിതമാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. ഏഴാമത്തെ ചിന്ത, യേശു നമ്മുടെ അപേക്ഷകൾ കേൾക്കുന്നു. യാക്കോബും യോഹന്നാനും തെറ്റായ ആഗ്രഹത്തോടെയാണ് യേശുവിന്റെ അടുക്കൽ വന്നെങ്കിലും യേശു അവരെ അവഗണിച്ചില്ല. നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ച് അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം പുറത്തു കൊണ്ടുവരാൻ അവസരങ്ങൾ നൽകണം. ഇതൊരു വലിയൊരു ആശ്വാസമുണ്ട്. നമ്മുടെ അപേക്ഷകൾ ശരിയതാണോ തെറ്റാണെന്നതിന് മുമ്പ് യേശു നമ്മോട് സംസാരിക്കാൻ, നമ്മെ കേൾക്കാൻ തയ്യാറാണ്. എന്നാൽ യേശു കേൾക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും അവൻ സമ്മതം നൽകുന്നു എന്നല്ല. അവൻ നമ്മുടെ ഹൃദയം കേൾക്കുകയും തിരുത്തുകയും തൻ്റെ ഇഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഞാൻ വിളിക്കുമ്പോൾ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് സങ്കീർത്തനം 4:3 കാണുന്നത്. ആയതുകൊണ്ട് അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും ചോദിച്ചാൽ അവൻ നമ്മെ കേൾക്കുന്നു എന്ന് 1 യോഹന്നാൻ 5:14 നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധനായ അബ്രഹാത്ത് പറയാണ്, പ്രാർത്ഥനയിൽ ഹൃദയം ദൈവത്തിന്റെ മുമ്പിൽ തുറക്കുക, അവൻ കേൾക്കുന്നവനാണ്. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും എല്ലാം യേശുവിനോട് ചോദിക്കുക. ഇന്നു മുതൽ എല്ലാ ആവശ്യങ്ങളും, സന്തോഷങ്ങളും, വേദനകളും, പ്രതീക്ഷകളും യേശുവിനോട് തുറന്നു പറയാനായിട്ട് തീരുമാനമെടുക്കുക. യേശു എന്നെ കേൾക്കുന്നു എന്ന വിശ്വാസം എൻ്റെ പ്രാർത്ഥനയുടെ ധൈര്യമായിരിക്കും. ഉടൻ ഉത്തരം ലഭിക്കാത്തപ്പോഴും യേശു എൻ്റെ പ്രാർത്ഥന അവഗണിക്കില്ലെന്ന് ഞാൻ ഓർക്കും. എൻ്റെ അപേക്ഷ നിറവേറ്റുന്നതിനേക്കാൾ എൻ്റെ ജീവിതത്തിന് ഏറ്റവും നല്ലത് നൽകുന്ന കർത്താവിൻ്റെ ജ്ഞാനത്തിൽ വിശ്വസിച്ച് ഞാൻ തുടർച്ചയായി പ്രാർത്ഥിക്കുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. എട്ടാമത്തെ ചിന്ത, ചോദ്യത്തിലൂടെ ആത്മപരിശോധനയ്ക്ക് അവസരം നൽകൽ. കർത്താവിനോട് പറയണം, ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുക. 36-ാമത്തെ വാക്യത്തിൽ യേശുവിന് അവരുടെ ആഗ്രഹം അറിയില്ലായിരുന്നു എന്നല്ല, അവരോട് ചോദിച്ചവരോട് അവരുടെ സ്വന്തം ഹൃദയത്തിൽ എന്താണുള്ളതെന്ന് അവർ തന്നെ തിരിച്ചറിയാനുള്ള അവസരമാണ് യേശു നൽകിയത്. ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ആഗ്രഹങ്ങൾ മറച്ചു വെക്കേണ്ടതില്ല, എന്നാൽ അവ തുറന്നു പറയുമ്പോൾ അവ ദൈവഹിതത്തിന് യോജിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ തന്നെ നമ്മുടെ ഹൃദയത്തിലെ സ്വാർത്ഥത, ഭയം, അഭിമാനം അല്ലെങ്കിൽ യഥാർത്ഥ ആവശ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമെന്ന് 139-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു. ആയതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ അപേക്ഷകൾ ദൈവത്തോട് അറിയിക്കണം. ഫിലിപ്പിയർ 4:6 ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധനായ മരുഭൂമിയിലെ മക്കാറിയോസ് പിതാവ് പറയുകയാണ്, ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ ദൈവത്തിന്റെ മുമ്പിൽ മറക്കരുത്, അവന്റെ സന്നിധിയിൽ സത്യത്തോടെ നിൽക്കണം എന്ന് ഉറപ്പിക്കുക.
കർത്താവേ, യഥാർത്ഥത്തിൽ എന്താണ് എനിക്ക് വേണ്ടതെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കണം. എൻ്റെ ആഗ്രഹങ്ങൾ ദൈവത്തിന് മുമ്പിൽ സത്യസന്ധമായി തുറന്നു വയ്ക്കണം. എന്നാൽ അവയെല്ലാം ശരിയാണെന്ന് കരുതാതെ ദൈവഹിതത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കണം. എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ ഹൃദയത്തിലെ സ്വാർത്ഥതയും തെറ്റാഗ്രഹങ്ങളും വെളിപ്പെടുത്തുമ്പോൾ അവ തിരുത്താൻ ഞാൻ തയ്യാറാകണം. ദൈവം എൻ്റെ ആഗ്രഹങ്ങൾ മാത്രം നിറവേറ്റുന്നവരല്ല, എൻ്റെ ആഗ്രഹങ്ങളെ ശുദ്ധീകരിക്കുന്ന കർത്താവുമാണെന്ന ബോധത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ എപ്രകാരമാണ്, യഥാർത്ഥത്തിൽ എന്താണ് എനിക്ക് വേണ്ടതെന്ന് ദൈവത്തോട് ചോദിക്കുക. 9ാമത്തെ ചിന്ത, അവർ യേശുവിനോട് സംസാരിച്ചു, പക്ഷേ യേശുവിൻ്റെ മനസ്സ് അന്വേഷിച്ചില്ല. ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് പറയുമ്പോൾ യാക്കോബ് യോഹന്നാൻ യേശുവിൻ്റെ അടുത്തായിരുന്നു. യേശുവിനോട് സംസാരിച്ചു, അവൻ്റെ വാക്കുകൾ കേട്ടു, അവൻ്റെ ശിഷ്യന്മാരുമായിരുന്നു. എന്നാൽ ആ നിമിഷത്തിൽ അവർ യേശു എന്താണ് വേണ്ടതെന്ന് അന്വേഷിച്ചില്ല, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കേണ്ടതെന്നായിരുന്നു അവരുടെ ചിന്ത. അതുകൊണ്ട് യേശുവിനോട് സംസാരിക്കുന്നത് മാത്രം മതിയല്ല, യേശുവിൻ്റെ ഹൃദയം മനസ്സിലാക്കി അവൻ്റെ മനോഭാവം നമ്മൾ സ്വീകരിക്കുകയും വേണം. യേശുവിൻ്റെ ഒരു മനസ്സ് വേണം. യേശു ക്രിസ്തുവിലുള്ള അതേ മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഫിലിപ്പിയർ 2:5 കാണുവാൻ സാധിക്കും. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമെന്ന് യോഹന്നാൻ 15:10 പറയുകയാണ്. വിശുദ്ധനായ അപ്രയം പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തുവിന്റെ വാക്കുകൾ കേൾക്കുന്ന ചെവി മാത്രം പോരാ, അവന്റെ ഇഷ്ടം ചെയ്യുന്ന ഹൃദയം കൂടി വേണമെന്ന് പറയുക. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് ഓർമ്മിപ്പിക്കട്ടെ, കർത്താവെ നീ എന്നിൽ നിന്ന് എനിക്ക് എന്ത് തരണമേ എന്നതോടൊപ്പം തന്നെ കർത്താവ് നീ എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് കൂടി ചോദിക്കണം. ദിവസവും സുവിശേഷം വായിച്ച് യേശുവിന്റെ വാക്കുകളും പ്രവർത്തികളും മനോഭാവം മനസ്സിലാക്കാൻ സമയം കണ്ടെത്തുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥനയിൽ ഞാൻ ആവശ്യങ്ങൾ മാത്രം പറയാതെ യേശുവിന്റെ ഹൃദയം കേൾക്കാനും അവന്റെ ഇഷ്ടം തിരിച്ചറിയാനും ശ്രമിക്കണം. യേശുവിനോട് സംസാരിക്കുന്ന ഒരാളായി മാത്രമല്ല, യേശുവിന്റെ മനസ്സനുസരിച്ച് ജീവിക്കുന്ന ഒരു ശിഷ്യനായി മാറുക എന്നതാണ് ഓരോ ആത്മീയന്റെയും പ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത്. 10ാമത്തെ ചിന്ത, പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പിന് മറുപടി നൽകൽ. ആൻസറിങ് വിത്ത് എക്സ്പെക്ടേഷൻ. യേശു ശിഷ്യന്മാരുടെ അപേക്ഷ അവഗണിച്ചില്ല. അവർ പറയാൻ കാത്തിരുന്നപ്പോൾ അവരുടെ ആഗ്രഹം കേൾക്കാൻ അവസരം നൽകി. ഇത് ദൈവസന്നിധിയിൽ നാം പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടി കാത്തിരിക്കണമെന്ന സത്യത്തിലേക്ക് നമ്മെ നയിക്കും. എന്നാൽ ദൈവം നമ്മുടെ എല്ലാ അപേക്ഷകൾക്കും നാം പ്രതീക്ഷിക്കുന്ന അതേ രീതിയിൽ മറുപടി നൽകണമെന്നില്ല. ചിലപ്പോൾ അവൻ അതെ എന്നും ചിലപ്പോൾ ഇല്ല എന്നും ചിലപ്പോൾ കാത്തിരിക്കുക എന്നും പറയും. കർത്താവിന്റെ കാത്തിരിക്കുന്നവരെ ധൈര്യപ്പെടുവിൻ, നിങ്ങളുടെ ഹൃദയം ഉറപ്പുള്ളതാകട്ടെ എന്ന് സങ്കീർത്തനം 27:14 കാണുന്നുണ്ട്. പ്രത്യാശയോടെ ദൈവത്തെ കാത്തിരിക്കുന്ന ഹൃദയം കഷ്ടതയിൽ തളരുകയില്ല എന്ന് വിശുദ്ധനായ മക്കാറിയാസ് ഓർമ്മിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് ദൈവത്തിന്റെ സഹായത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുന്ന ആത്മാവ് തന്റെ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ഇന്നു മുതൽ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉടൻ മറുപടി ലഭിക്കാത്തപ്പോഴും ഞാൻ നിരാശപ്പെടാതെ ദൈവത്തിന് മുമ്പിൽ പ്രത്യാശ വയ്ക്കും. ദൈവത്തിന്റെ സമയം എൻ്റെ സമയത്തേക്കാൾ ജ്ഞാനമുള്ളതാണ് എന്ന വിശ്വാസത്തോടെ ക്ഷമയോടെ കാത്തിരിക്കാം. എനിക്ക് ലഭിക്കുന്ന മറുപടി എൻ്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അത് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കാൻ ഞാൻ പഠിക്കണം. പ്രാർത്ഥനയുടെ ഫലം മാത്രം അന്വേഷിക്കാതെ കാത്തിരിക്കുന്ന സമയത്തും ദൈവത്തോടൊപ്പം നടക്കാൻ ഞാൻ തീരുമാനമെടുക്കാം. 11ാമത്തെ ചിന്ത, ബന്ധങ്ങൾക്കപ്പുറമുള്ള സ്നേഹപൂർവമായ ഇടപെടൽ. ലവിങ് ഇന്റർവെൻഷൻ ബിയോണ്ട് റിലേഷൻഷിപ്പ്. അവൻ അവരോട് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുക. യാക്കോബ് യോഹന്നാൻ സ്വാർത്ഥമായ ആഗ്രഹമായി യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ യേശു അവരെ അപമാനിക്കുകയോ തള്ളിക്കളയോ ചെയ്തില്ല. പകരം അവരുടെ ആഗ്രഹം തുറന്നു പറയാൻ അവസരം നൽകുകയാണ്. പിന്നീട് അവരുടെ ചിന്തയെ തിരുത്തുകയാണ്. ഇവിടെ നാം കാണുന്നത് തെറ്റിനെ അംഗീകരിക്കാത്തത് എന്നാൽ തെറ്റുകാരനെ തള്ളിക്കളയാത്തതുമായ ക്രിസ്തുവിന്റെ സ്നേഹമാണ്. സ്നേഹം എന്നത് മറ്റൊരാളുടെ തെറ്റിന് സമ്മതം നൽകുന്നതല്ല, അവർ നഷ്ടപ്പെടാതെ സത്യത്തിലേക്ക് നയിക്കുന്നതാണ്. സഹോദര, നീ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സൗമ്യതയുടെ ആത്മാവിനെ അങ്ങനെയുള്ളവനെ യഥാസ്ഥാനത്തിൽപ്പെടുത്തുമെന്നാണ് ഗലാത്യ ലേഖനം 6-1 വാക്യത്തിൽ പറയുന്നത്. ശ്ലോകിലെ യാക്കോബ് അതുകൊണ്ടാണ് പറയുന്നത്, സ്നേഹം മുറിവിനെ മറച്ചു വെക്കുന്നില്ല, സൗഖ്യം ലഭിക്കേണ്ടതിനായി അതിനെ സൗമ്യമായി സ്പർശിക്കുന്നു എന്നാണ് പറയുന്നത്. കൈസരിയയിൽ ബസേലിയോസ് പറയുകയാണ്, തിരുത്തൽ സ്നേഹത്തിൽ നിന്നായിരിക്കണം, കോപത്തിൽ നിന്നല്ല. ഇന്നു മുതൽ മറ്റൊരാൾ തെറ്റ് കണ്ടാൽ ഉടൻ കോപിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്നതിന് പകരം ആദ്യം അവരുടെ ഹൃദയവും സാഹചര്യവും മനസ്സിലാക്കാൻ ശ്രമിക്കും. തെറ്റിനെ പിന്തുണയ്ക്കാതെ തെറ്റുകാരനെ സ്നേഹത്തോടെ തിരുത്തുന്ന സമീപനം ഞാൻ സ്വീകരിക്കും. എൻ്റെ വാക്കുകൾ ഒരാളെ താർക്കുന്നതിന് പകരം അവനെ സത്യത്തിലേക്കും നന്മയിലേക്കും ഇതിനെ കൊണ്ടുവരുന്നതായിരിക്കും.
സത്യം പറയുമ്പോൾ സ്നേഹം നഷ്ടപ്പെടുത്താതെയും തിരുത്തുമ്പോൾ ബന്ധം തകർക്കാതെയും യേശുവിന്റെ മാതൃകയിൽ തീരുമാനമെടുക്കും. 12ാമത്തെ ചിന്ത അധികാരത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും ഒരു മോഹമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുവനെ നിന്റെ വലത്തുഭാഗത്തും നിന്റെ ഒരുവനെ ഇടത്തുഭാഗത്തും ഇരുത്തിക്കാൻ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യാക്കോബും യോഹന്നാനും യേശുവിന്റെ മഹത്വത്തിൽ ഏറ്റവും ഉയർന്നമായ സ്ഥാനങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്നാൽ യേശുവിന്റെ മുമ്പിലുള്ള ക്രൂശ് വഴി മനസ്സിലാക്കാതെ മഹത്വത്തിന്റെ സിംഹാസനമാണ് അവർ അന്വേഷിച്ചത്. ഇവിടെ പ്രശ്നം സ്ഥാനമുണ്ടാകുന്നതല്ല, സ്ഥാനം തന്നെ മഹത്വത്തിന്റെ അളവുകളായി കാണുന്ന ഹൃദയമാണ്. സഭയിലാകട്ടെ സമൂഹത്തിലാകട്ടെ മറ്റുള്ളവരെക്കാൾ ഉയരണമെന്ന ആഗ്രഹം വളരുമ്പോൾ സേവനം അധികാരമാവുകയും ആത്മീയത അംഗീകാരത്തിനായുള്ള മത്സരമായി മാറുകയും ചെയ്തു. യേശു പിന്നീട് വ്യക്തമാക്കുന്നത് നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകട്ടെ എന്നാണ്. താഴ്മയുടെ അന്യോന്യം മറ്റുള്ളവരെ തങ്ങളെക്കാൾ തന്നെ ശ്രേഷ്ഠരായി എണ്ണുവെന്നാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ലൂക്കോസ് 14:11 തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുന്നു എന്ന് പറയുകയാണ്. വിശുദ്ധനായ അത്താനാസ്യൂസ്, അലക്സാണ്ടറിൽ അത്താനാസ്യൂസ് പറയുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്കുള്ള വഴി താഴ്മയിലൂടെയാണ്. സ്വർണ്ണനാവാരി യോഹന്നാൻ പറയാണ്, യഥാർത്ഥ മഹത്വം അധികാരത്തിൽ നിന്നല്ല സേവിക്കുന്നതിലാണ്. ഇന്നു മുതൽ മറ്റുള്ളവരെക്കാൾ ഉയർന്ന സ്ഥാനത്ത് എത്തണമെന്ന ആഗ്രഹത്തെക്കാൾ മറ്റുള്ളവർക്ക് എങ്ങനെ ഉപകാരപ്പെടാമെന്ന ചിന്തയ്ക്ക് ഞാൻ പ്രാധാന്യം നൽകണം. എനിക്ക് ലഭിക്കുന്ന സ്ഥാനവും ഉത്തരവാദിത്വവും സ്വന്തം മഹത്വത്തിനല്ല, ദൈവത്തിന്റെയും മനുഷ്യരുടെയും സേവനത്തിനായി ഉപയോഗിക്കും. മറ്റൊരാൾ ഉയരുമ്പോൾ അസൂയപ്പെടാതെ അവരുടെ നന്മയിൽ അന്വേഷിക്കാൻ, സന്തോഷിക്കാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ പരിശീലിപ്പിക്കും. എനിക്ക് എത്ര ഉയരത്തിൽ എത്താമെന്നതിന് പകരം എനിക്ക് എത്ര താഴ്മയോടെ സേവിക്കാമെന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൻ്റെ മാർഗ ദർശനമാക്കും. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയെന്ന്. ഇങ്ങനെയായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, 13ാമത്തെ ചിന്ത, അവർ യേശുവിനെ അന്വേഷിച്ചു, പക്ഷേ സ്ഥാനവും ആഗ്രഹിച്ചു. ഞങ്ങൾ ചോദിക്കുന്ന ഞങ്ങൾ ചെയ്തു തരണമെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ യാക്കോബും യോഹന്നാനും യേശുവിന്റെ അനുഗമിച്ച ശിഷ്യന്മാരായിരുന്നു. അവന്റെ ഉപദേശങ്ങൾ കേട്ടവരും അവന്റെ ശുശ്രൂഷയിൽ പങ്കെടുത്തവരുമായിരുന്നു. എന്നാൽ യേശുവിനെ അനുഗമിക്കുന്നതിനിടയിലും സ്ഥാനവും അംഗീകാരവും ആഗ്രഹിക്കാമെന്ന് അവരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തീയ സേവനത്തിന്റെ പുറംലോകം മാത്രം നോക്കാതെ അതിന് പിന്നിലുള്ള ഹൃദയത്തിന്റെ ഉദ്ദേശം പരിശോധിക്കണം. ഞാൻ യേശുവിന് വേണ്ടിയാണോ സേവിക്കുന്നത്, അതോ മനുഷ്യരുടെ പ്രശംസയ്ക്കും സ്ഥാനത്തിനും വേണ്ടിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം, നിങ്ങളുടെ പ്രവൃത്തികൾ മനുഷ്യരുടെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ അവർ കാണേണ്ടത് ചെയ്യരുതെന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. കൊലോസ്യ ലേഖനം 3:23 പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്താലും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ ഹൃദയപൂർവ്വം ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഗലാത്യർ 1:10 അതിനാണ് പറയുന്നത്, മനുഷ്യരെ പ്രസാദിപ്പിക്കുകയല്ല ക്രിസ്തുവിന്റെ ദാസന്മാരാകണമെന്നാണ്. വിശുദ്ധനായ എഫ്രേം പറയാണ്, മനുഷ്യരുടെ കണ്ണിൽ മറഞ്ഞിരിക്കുന്ന നിന്റെ സേവനം ദൈവത്തിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നതല്ല. വിശുദ്ധനായ മക്കാരിയോസ് അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യരുടെ പ്രശംസ അന്വേഷിക്കുന്നവൻ തൻ്റെ ആത്മാവിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നത്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, സേവനത്തിന്റെ പിന്നിലെ ഉദ്ദേശം നമ്മൾ പരിശോധിക്കണം. ആരും കാണാതെ ആരും പ്രശംസിക്കാതെ ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല പ്രവൃത്തി ഞാൻ മനഃപൂർവ്വം ചെയ്ത് തീരുമാനമെടുക്കാം. എൻ്റെ പേര് സ്ഥാനം ഉയരുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പ്രസാദകരമാകുന്നതിന് ഞാൻ പ്രാധാന്യം നൽകുന്ന ഓർമ്മിപ്പിക്കാം. യേശുവിനെ അനുഗമിക്കുന്ന അവനോടൊപ്പം ഉയരാനുള്ള അവസരമായി കാണാതെ അവനെ പോലെ താഴ്മയോടെ സേവിക്കുന്ന വെളിയായി നമുക്ക് സ്വീകരിക്കാം. പ്രിയമുള്ളവരെ, നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുവൻ നിന്റെ വലത്തു ഭാഗത്ത് ഒരുവൻ ഇടതു ഭാഗത്തിരിക്കണ്ടെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് തരണമേന്ന് ആ ശിഷ്യന്മാർ ഓർമ്മിപ്പിക്കുമ്പോൾ അടുത്ത ചിന്തയോട് ചേർന്നിരുന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആത്മീയ പദവികളെ കുറിച്ചുള്ള തെറ്റായ ധാരണയാണ് കാണുവാൻ സാധിച്ചത്. 14ാമത്തെ ചിന്ത തന്നെയാണ്. യാക്കോബും യോഹന്നാനും യേശുവിന്റെ മഹത്വത്തിലെ സ്ഥാനങ്ങളെ ഒരു ലൗകിക അധികാര സ്ഥാനം പോലെ മനസ്സിലാക്കിയാണ്. എന്നാൽ ക്രിസ്തുവിന്റെ രാജ്യത്തിലെ മഹത്വം അധികാരത്തിലൂടെയോ സ്വാധീനത്തിലൂടെ നേടുന്നതല്ല, ത്യാഗം, സഹനം, അനുസരണം, സേവനം എന്നിവയിലൂടെ പ്രകടമാക്കുന്നതാണ്. അവർ സിംഹാസനം അന്വേഷിച്ചപ്പോൾ യേശു കുരിശിന്റെ പാനപാത്രത്തിലേക്ക് അവരെ നയിക്കുക. അതുകൊണ്ട് ആത്മീയ പദവിയെ മനുഷ്യരുടെ കണ്ണിലെ സ്ഥാനമാനങ്ങളുമായി അളക്കുന്ന അപകടമാണ്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശുശ്രൂഷകനാകാൻ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം അനുസരണമുള്ളവനായി മാറുകയാണ്. ആയതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കുമ്പോൾ
ഈ ആത്മീയ പദവി ലഭിക്കുന്നത് അതൊരു ലൗകിക സ്ഥാനമല്ല, മറിച്ച് സഹനത്തിന്റെ വഴികളാണെന്ന് തിരിച്ചറിയണം. അലക്സാന്ദ്രിയയിലെ വിശുദ്ധ അത്താനാസ്യോസ് പറയാണ്, ക്രിസ്തുവിന്റെ വഴിയിൽ ഉയർച്ച താഴ്മയിലൂടെയും മഹത്വം ത്യാഗത്തിലൂടെയും വരികയാണ്. നമ്മുടെ സഭയിലെ സ്ഥാനമാനങ്ങൾ, പള്ളിയിലെ സ്ഥാനമാനങ്ങൾ, കൂട്ടായ്മയിൽ ഉത്തരവാദിത്തങ്ങൾ, ജോലി സ്ഥലത്തെ പൊതുപ്രവർത്തന മേഖലകളിൽ മനുഷ്യരുടെ ബഹുമതിയുടെ അളവുപോലായി കാണാതെ സേവനത്തിനുള്ള അവസരമായി കാണുക. എനിക്ക് വലിയ സ്ഥാനം ലഭിക്കാത്തപ്പോഴും ലഭിച്ച ചെറിയ ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നിർവഹിക്കാൻ ഞാൻ പഠിക്കുക. മറ്റുള്ളവരുടെ സ്ഥാനത്തെ ബഹുമതി കണ്ട് അസൂയപ്പെടാതെ എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് കൂടുതൽ ശ്രദ്ധ നൽകുക. എനിക്ക് എത്ര വലിയ സ്ഥാനം ലഭിച്ചതിന് പകരം ഞാൻ എത്ര വിശ്വസ്തമായി സേവിക്കുന്നു എന്ന ചോദ്യമായിരിക്കും എൻ്റെ ആത്മീയ ജീവിതത്തിലെ അളവുപോലെ എന്ന് പറയുന്നത്. 15ാമത്തെ ചിന്ത, കൂട്ടായ്മയിൽ ഐക്യം തകർക്കുന്ന വ്യക്തിഗത മോഹങ്ങൾ, പേഴ്സണൽ ഡിസൈർസ് ബ്രേക്കിംഗ് യൂണിറ്റി. ഇവിടെ 12 ശിഷ്യന്മാർ ഒരുമിച്ച് യേശുവിനെ അനുഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 പേര് വന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് മാത്രം പ്രത്യേക സ്ഥാനം വേണം. ഇവിടെ ഒരു വ്യക്തിയുടെ സ്വാർത്ഥ ആഗ്രഹം എങ്ങനെ മുഴുവൻ കൂട്ടായ്മയിൽ അസ്വസ്ഥതയും ഭിന്നതയും സൃഷ്ടിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ക്രിസ്തീയ കൂട്ടായ്മയിലെ, ക്രിസ്തീയ ദേവാലയങ്ങളിൽ, സഭയിലെല്ലാം എനിക്ക് എന്തു ലഭിക്കുന്നതിനേക്കാൾ നമുക്ക് എങ്ങനെ ഒരുമിച്ച് വളരാമെന്ന ചിന്തയാണ് വേണ്ടത്. അതുകൊണ്ടാണ് 1 പത്രോസ് 3:8 പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഏക മനസ്സുള്ളവരും സഹാനുഭൂതിയുള്ളവരും സഹോദര സ്നേഹമുള്ളവരായിരിക്കാൻ പറയുകയാണ്. എഫേസ്യർ 4:3 പറയുന്നത്, സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം കാത്തുകൊള്ളുവാൻ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധനായ കൈസറിയയിലെ ബസേലിയോസ് ഓർമ്മിപ്പിക്കുകയാണ്, ഒറ്റയ്ക്ക് ജീവിക്കുന്നവന്റെ നേട്ടത്തെക്കാൾ സഹോദരനോടുള്ള സ്നേഹമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടയാളം എന്ന് പറയുന്നത്. അന്ത്യോക്യയിലെ വിശുദ്ധ അഗ്നിമയന ഇഗ്നാത്യോസിനോട് പറയുകയാണ്, എല്ലാവരും ഒരേ മനസ്സോടെ ഒരുമിച്ചിരിക്കുമ്പോൾ സഭയുടെ ഐക്യം വെളിപ്പെടുത്തുന്നു. വ്യക്തിപരമായ ആഗ്രഹങ്ങൾ കാരണം കുടുംബത്തിലോ സഭയിലോ കൂട്ടായ്മയിലോ ഭിന്നത ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ അഭിപ്രായം അംഗീകരിക്കപ്പെടാത്തപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായത്തെ ബഹുമാനിക്കാൻ നമുക്ക് പഠിക്കാം. എൻ്റെ നേട്ടത്തെക്കാൾ കൂട്ടായ്മയുടെ സമാധാനവും ഐക്യം പ്രധാനമാണ് എന്ന ബോധത്തോടെ തീരുമാനങ്ങൾ എടുക്കാം. മറ്റുള്ളവരെ പിന്നിലാക്കി ഞാൻ മുന്നിലെത്തുന്നതിന് പകരം എല്ലാവരെയും കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ക്രിസ്തുവിൻ്റെ വഴിയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. 16ാമത്തെ ചിന്ത, ദൈവത്തോട് ചോദിക്കുന്നതിൽ ഒരു ക്രമമുണ്ട്. There is an order in prayer. യാക്കോബും യോഹന്നാനും ആദ്യം തങ്ങളുടെ അപേക്ഷ അംഗീകരിക്കപ്പെടുന്ന ആഗ്രഹമായി യേശുവിന്റെ അടുക്കൽ വരികയാണ്. എന്നാൽ യേശു അവരെ ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് ഞാൻ ചോദിച്ച് അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം വെളിപ്പെടുത്താൻ അനുവദിക്കുകയാണ്. ഇതിലൂടെ പ്രാർത്ഥന വെറും ആവശ്യങ്ങളുടെ പട്ടികയിൽ നിന്നും ദൈവസനത്തിൽ നിൽക്കുകയും അവന്റെ ഹിതം അന്വേഷിക്കുന്ന ശേഷം നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കണം. മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കാൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:33 പറയുന്നു. ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവന്റെ ഹിതം അന്വേഷിക്കണം, എന്നിട്ട് നമ്മൾ പ്രാർത്ഥന സമർപ്പിക്കണം. അതുകൊണ്ടാണ് സ്വർണ്ണനാവുകാരൻ യോഹന്നാൻ പറയുന്നത്, പ്രാർത്ഥനയിൽ ആദ്യം നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന അന്വേഷിക്കണം, പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കണം എന്ന് പറയുന്നത്. അപേക്ഷയുടെ പട്ടികകളാക്കി മാറ്റാതെ ആദ്യം ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യും. കർത്താവ് എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം അറിയിച്ചണമെന്ന് നമ്മുടെ പ്രാർത്ഥനാ വിഷയം സമർപ്പിക്കണം. ദൈവവചനം വായിച്ച് അവൻ്റെ ശബ്ദം കേൾക്കാൻ സമയം കണ്ടെത്തിയ ശേഷം എൻ്റെ ആവശ്യങ്ങൾ അവൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. സംസാരിക്കുന്നതിന് മുമ്പ് കേൾക്കുകയും ചോദിക്കുന്നതിന് മുമ്പ് ദൈവഹിതം അന്വേഷിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനാ ജീവിതം ഞാൻ ശീലമാക്കാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, 17ാമത്തെ ചിന്ത, യേശുവിനോട് അടുത്തിരിക്കണം, പക്ഷെ ഏത് സ്ഥാനമാണ്? They wanted to be close to Jesus, but in a position. നിന്റെ വലത്തുഭാഗത്ത് എടുത്തുഭാഗത്ത് ഇരിക്കണമെന്ന് പറയുമ്പോൾ അടുത്തിരിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അവരുടെ ആഗ്രഹം യേശുവിന്റെ ഹൃദയത്തോട് അടുത്തിരിക്കുന്നതിനുപരി യേശുവിന്റെ മഹത്വത്തിലെ സ്ഥാനമാണ് അടുത്തിരിക്കാനായത്. യേശുവിനോട് അടുപ്പം ഒരു ആത്മീയ അനുഗ്രഹമാണ്. എന്നാൽ ഈ അടുപ്പം ഉപയോഗിച്ച് പ്രത്യേക പദവിയും ബഹുമാതിയും നേടണമെന്ന ആഗ്രഹം ശിഷ്യത്വത്തെ സ്ഥാനമോഹമാക്കി മാറ്റും. യഥാർത്ഥ ശിഷ്യൻ ചോദിക്കേണ്ടത് യേശുവിന്റെ അരികിൽ എനിക്ക് എന്ത് സ്ഥാനമെന്നല്ല, യേശുവിന്റെ ഹൃദയത്തോടെ എങ്ങനെ കൂടുതൽ അടുത്തിരിക്കുമെന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാൻ 15:4 പറയുന്നത്, എന്നിൽ വസിക്കും ഞാൻ നിങ്ങളിൽ വസിക്കും പറയുക. ക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതാണ് പൗലോസിലെ ഗലാത്യർ 2:20 പറയുന്നത്. ക്ലിമാക്കോസ് പറയുന്നുണ്ട്, യോഹന്നാൻ ക്ലിമാക്കോസ് പറയുന്ന ഒരു കോട്ട് ഇങ്ങനെയാണ്, ദൈവത്തോടുള്ള യഥാർത്ഥ അടുപ്പം സ്ഥാനത്തിൽ നിന്നല്ല ഹൃദയത്തിന്റെ ശുദ്ധിയിലാണ്. വിശുദ്ധനായ
ഇസ്ഹാക്ക് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തോടുള്ള സ്നേഹം വളരുമ്പോൾ ബഹുമതിക്കാനുള്ള ആഗ്രഹം ഹൃദയത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാം. എൻ്റെ ആഗ്രഹം സ്ഥാനത്തിനാണോ സ്നേഹത്തിനാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആരും എന്നെ ശ്രദ്ധിക്കാതിരുന്നാലും, യേശുവിനെ അനുഗമിക്കാനും പ്രശംസ ലഭിക്കാതിരുന്നാലും സേവിക്കാനും ഞാൻ തയ്യാറാകാം. മറ്റുള്ളവരെക്കാൾ യേശുവിനോട് അടുത്തവനായി കാണപ്പെടുന്നതിനേക്കാൾ യേശുവിൻ്റെ ഹൃദയത്തെ അനുസരിക്കുന്നതാണ് പ്രധാനമാണെന്ന് നമുക്ക് ഓർക്കാം. സ്ഥാനത്തെക്കാൾ സാന്നിധ്യം, അധികാരത്തെക്കാൾ ബന്ധം, പ്രശസ്തിയേക്കാൾ വിശ്വസ്തത നമുക്ക് ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കണം. 18ാമത്തെ ചിന്ത നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ് ശിഷ്യന്മാർക്കിടയിലുള്ള മത്സരം. യാക്കോബ് യോഹന്നാന് ഉയർന്ന സ്ഥാനം ചോദിച്ചോടെ മറ്റു ശിഷ്യന്മാരുടെ ഉള്ളിലും അസ്വസ്ഥയും മത്സരബുദ്ധി ഉയർന്നു. ഒരാളുടെ സ്ഥാനമൊക്കെ മറ്റുള്ളവരിൽ അസൂയയും കോപവും ഉളവാക്കാം. അങ്ങനെ യേശുവിനെ ചുറ്റിപ്പറ്റിയിരുന്ന ശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ പോലും മത്സരം കടന്നു വരികയാണ്. ക്രിസ്തീയ സമൂഹത്തിൽ മറ്റൊരാളുടെ ഉയർച്ചയെ സ്വന്തം നഷ്ടമായി കാണുമ്പോഴാണ് മത്സരം തുടങ്ങുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ മറ്റൊരാളുടെ അനുഗ്രഹം എൻ്റെ തോൽവിയില്ല, അത് മുഴുവൻ ശരീരത്തിൻ്റെയും സന്തോഷമാണ്. ഒരേ ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടെങ്കിൽ അവയ്ക്കെല്ലാം ഒരേ പ്രവൃത്തിയല്ല എന്നാണ് റോമർ 12:4 പറയുന്നത്. നിങ്ങളെല്ലാവരും വേഗം മനസ്സോടും സഹാനുഭൂതി ഉള്ളവരും സഹോദര സ്നേഹമുള്ളവരായിരിക്കണം 1 പത്രോസ് 3:8 പറയുന്നത്. കാർത്തേജിലെ വിശുദ്ധ കുപ്രിയാനോസ് പറയുന്നത് എങ്ങനെയാണ്: ക്രിസ്തുവിന്റെ വസ്ത്രം കീറപ്പെടാത്തതുപോലെ സഭയുടെ ഐക്യവും വിഭജിക്കപ്പെടരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അഗ്നിമയനായ ഇഗ്നാത്യോസ് മൂർഖൻ പറയുകയാണ്: നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒന്നായിട്ട് പ്രവർത്തിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ നിങ്ങൾ ദൈവത്തിന്റെ ഐക്യത്തെ പ്രകടമാക്കുന്നു. അതുകൊണ്ട് മത്സരങ്ങളെല്ലാം മാറ്റിവെക്കാം. മറ്റൊരാളുടെ വിജയം എൻ്റെ പരാജയമായി കാണുന്ന മനോഭാവം നമുക്ക് ഉപേക്ഷിക്കാം. മറ്റുള്ളവർ എന്നേക്കാൾ മുന്നിലെത്തുമ്പോൾ അസൂയപ്പെടാതെ അവരുടെ വിജയത്തിൽ സന്തോഷിക്കാൻ നമുക്ക് പഠിക്കാം. എൻ്റെ കഴിവുകളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതിന് പകരം ദൈവം എനിക്ക് നൽകുന്ന ഉത്തരവാദിത്വം വിശ്വസ്തമായി നിർവഹിക്കാം. മത്സരിക്കുന്ന സഹോദരനാകുന്നതിന് പകരം മറ്റുള്ളവരെ ഉയർത്തുന്ന സഹോദരനാകാൻ നമുക്ക് തീരുമാനമെടുക്കാം. 19ാമത്തെ ചിന്ത കഷ്ടതയുടെ പാനപാത്രം, ദ കപ്പ് ഓഫ് സഫറിംഗ്. യാക്കോബും യോഹന്നാനും യേശുവിന്റെ മഹത്വത്തിൽ സ്ഥാനമാണ് ചോദിച്ചത്. എന്നാൽ യേശു അവരെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് കഷ്ടതയുടെ പാനപാത്രത്തിലേക്കാണ് തിരിച്ചത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന അനുഗ്രഹങ്ങൾ മാത്രം സ്വീകരിക്കുന്ന വഴിയല്ല, ചിലപ്പോൾ നിരസിക്കപ്പെടലും ത്യാഗവും വേദനയും സഹനവും വിശ്വാസത്തിനു വേണ്ടിയുള്ള വിലയും സ്വീകരിക്കേണ്ട വഴിയാണ്. പാനപാത്രം എന്നത് ക്രൂശിന്റെ വേദനയെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് കഷ്ടത വന്നാൽ ദൈവം നമ്മെ ഉപേക്ഷിച്ചു എന്ന് കരുതരുത്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടപ്പെടാനും നിങ്ങൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നതാണ് ഫിലിപ്പിയർ 1:29 പറയുന്നത്. കഷ്ടതയുടെ പാനപാത്രം, എൻ്റെ പാനപാത്രം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ കുടിക്കുന്ന കാസ കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന മാമോദീസ ഏൽക്കാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അതായത് കഷ്ടതയുടെ ആ പാനപാത്രം കുടിക്കാൻ സാധിക്കുമോ എന്നാണ് കർത്താവ് ചോദിക്കപ്പെടുന്നത്. യേശുവിനെ അനുഗമിക്കുന്ന അനുഗ്രഹങ്ങൾ മാത്രം സ്വീകരിക്കുന്ന വഴിയല്ല, ചിലപ്പോൾ നിരസിക്കപ്പെടാനും ത്യാഗവും സഹനവും വേദനയും ഒക്കെ ഉള്ള വഴികളിലൂടെ പോവുകയാണ്. നമ്മൾ കഷ്ടതയുടെ മാർഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊള്ളുക, ക്രിസ്തുവിൻ്റെ കഷ്ടതകളിൽ നമ്മൾ പങ്കാളികളാവുകയാണ്. വിശുദ്ധനായ അബ്രഹാത്ത് പറയണേ, ക്രിസ്തുവിൻ്റെ വഴി നടക്കുന്നവൻ കഷ്ടതയെ ഭയപ്പെടാതെ പ്രത്യാശയോടെ സഹിക്കണം. എന്തുകൊണ്ട് എനിക്ക് എന്നതിന് പകരം കർത്താവ് ഈ കഷ്ടതയിൽ ഞാൻ എങ്ങനെ വിശ്വസ്തനായിരിക്കണം എന്ന് ചോദിക്കുക നമ്മളോട് തന്നെ. ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഉടൻ വിശ്വാസത്തിൽ നിന്ന് പിന്മാറാതെ പ്രാർത്ഥനയിലൂടെ യേശുവിൽ ആശ്രയിക്കുക. കഷ്ടത എൻ്റെ വിശ്വാസത്തെ തകർക്കാനുള്ള കാരണമല്ല, അത് കൂടുതൽ ആഴപ്പെടുത്താനുള്ള അവസരമാണെന്ന് ഓർക്കുക. സൗകര്യത്തിൽ മാത്രം യേശുവിനെ അനുഗമിക്കാതെ കഷ്ടതയുടെ പാനപാത്രത്തിലും വിശ്വസ്തനായി അവനെ അനുഗമിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. 20ാമത്തെ ചിന്ത, സ്നാനം എന്ന മരണത്തിന്റെയും ആഴത്തിന്റെയും പ്രതീകം. ബാപ്റ്റിസം ആസ് എ സിംബൽ ഓഫ് ഡെത്ത് ആൻഡ് ഡെത്ത്. ഇവിടെ യേശു സൂചിപ്പിക്കുന്ന സ്നാനം തന്റെ പീഡാനുഭവത്തോടും മരണത്തോടും ബന്ധപ്പെട്ട ആഴമേറിയ പ്രതീകമാണ്. വെള്ളത്തിൽ സ്നാനമേൽക്കുന്ന പോലെ ഈ ക്രിസ്തുവിനോടുള്ള യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ പഴയ സ്വാർത്ഥ മനുഷ്യൻ മരിക്കുകയും പുതിയ മനുഷ്യൻ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. അതുകൊണ്ട് ആത്മീയ വളർച്ച എന്നത് പുറമെയുള്ള മതപരമായ രൂപങ്ങൾ മാത്രം സൂക്ഷിക്കുന്നതല്ല, ഉള്ളിൽ വലിയൊരു മാറ്റത്തിലേക്ക് കടന്നു പോകുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു, അവന്റെ സ്നാനത്തിൽ അടക്കം ചെയ്യപ്പെട്ട് അവനോട് ഉയർത്തെഴുന്നേറ്റു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്.
പഴയ മനുഷ്യനോട് ക്രൂശിക്കപ്പെട്ട റോമർ 6:6 പറയുന്നു. പ്രിയമുള്ളവരെ, അലക്സാണ്ടർ വിശുദ്ധ കുറിലോസ് പറയുകയാണ്, സ്നാനത്തിൽ നാം പഴയ ജീവിതത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ പുതിയ ജീവിതം സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ഇന്നു മുതൽ എൻ്റെ എല്ലാ പഴയ സ്വാർത്ഥശീലങ്ങളും തിരിച്ചറിഞ്ഞ് അവയെ ക്രിസ്തുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക. ആത്മീയ ജീവിതത്തിൽ ആഴത്തിലേക്ക് പോകാൻ സൗകര്യം മാത്രം അന്വേഷിക്കാതെ ആവശ്യമായ ആത്മത്യാഗവും അനുസരണവും സ്വീകരിക്കുക. പുറത്തുള്ള മാറ്റത്തെക്കാൾ എൻ്റെ ഹൃദയത്തിലെ മാറ്റത്തിന് പ്രാധാന്യം നൽകുക. പഴയ മനുഷ്യനെ വിട്ട് ക്രിസ്തുവിൽ പുതിയ മനുഷ്യനെ ജീവിക്കുന്നത് ദിവസേനയുള്ള എൻ്റെ ജീവിതത്തിന്റെ ആത്മീയ തീരുമാനമാക്കിയെടുക്കാം. 21ാമത്തെ ചിന്ത, അവർ എവിടെ ഇരിക്കുമെന്ന് ചോദിച്ചു. യേശു എങ്ങനെ ജീവിക്കുന്നു പഠിപ്പിച്ചു. They asked where. Jesus answered how. യാക്കോബ്, യോഹന്നാൻ ഞങ്ങൾ എവിടെ ഇരിക്കുമെന്നതാണ് അന്വേഷിച്ചത്. എന്നാൽ യേശു അവരുടെ ചിന്തയെ നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നതിലേക്ക് തിരിക്കുകയാണ്. ദൈവരാജ്യത്തിൽ സ്ഥാനം ലഭിക്കുന്നതിനേക്കാൾ ആ സ്ഥാനത്തിന് യോജിച്ച ഹൃദയം വളർത്തുന്നതാണ് പ്രധാനപ്പെട്ടത്. യേശു അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഉറപ്പിക്കുന്നത്. ശുശ്രൂഷകനായിരിക്കണം. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ താഴ്മയും കർത്താവിനോടുള്ള ഭക്തിയും ധരിക്കാൻ ഓർമ്മിപ്പിക്കുകയാണ്. ലൂക്കോസ് 14:11 അതാണ്, തന്നെത്താൻ താഴ്ത്തുന്നതിന് ഉയർത്തപ്പെടുന്നു എന്ന് പറയുകയാണ്. ഫിലിപ്പർ 2:3 താഴ്മയോടെ അന്യോന്യം തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി അന്യോന്യം ഓർമ്മിക്കണം. കൈസരയിലെ വിശുദ്ധ ബസേലിയസ് ഓർമ്മിക്കണം, യഥാർത്ഥ മഹത്വം സ്ഥാനത്തിന്റെ ഉയരത്തിലല്ല, ആത്മാവിന്റെ താഴ്മയിലാണ്. സ്വർണ്ണനാവുകാരൻ യോഹന്നാൻ പഠിപ്പിക്കുകയാണ്, ശുശ്രൂഷിക്കുന്നവനാണ് ക്രിസ്തുവിന്റെ മുമ്പിൽ യഥാർത്ഥത്തിൽ വലിയവൻ. ഇന്നു മുതൽ എനിക്ക് ലഭിക്കേണ്ട സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനും ആ സ്ഥാനത്തിന് ആവശ്യമായ സ്വഭാവം എന്നിലുണ്ടോ എന്ന് പരിശോധിക്കുക. ആരും ശ്രദ്ധിക്കാത്ത ചെറിയ സേവനങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുക. മറ്റുള്ളവരെ ആദരിക്കുകയും എൻ്റെ തെറ്റുകൾ സമ്മതിക്കുകയും ആവശ്യമുള്ളപ്പോൾ താഴ്മയോടെ പിന്നോട്ട് നിൽക്കുകയും ചെയ്യുക. എവിടെ ഇരിക്കണം എന്നതിനേക്കാൾ എങ്ങനെ ജീവിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ശിഷ്യനാകാൻ നമുക്ക് തീരുമാനമെടുക്കാം. 22ാമത്തെ ചിന്ത, യേശുവിന്റെ ആഗ്രഹം കേട്ടു, എന്നാൽ അതിൽ എന്നെ ഉടൻ അനുവദിച്ചില്ല എന്നാണ്. ലിസണിങ് ഈസ് നോട്ട് അപ്രൂവൽ. യാക്കോബിനെ യോഹന്നാന്റെ അപേക്ഷ കേട്ടു, എന്നാൽ അവരുടെ ആഗ്രഹം കേട്ടതുകൊണ്ട് തന്നെ അംഗീകരിച്ചില്ല. ഇതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സത്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥന എല്ലാം കേൾക്കുന്നില്ല എന്നല്ല, കർത്താവ് എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ അതേ രൂപത്തിൽ ദൈവം ഉത്തരം നൽകുമെന്നല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഇല്ല എന്നുള്ള വാക്ക് പോലും സ്നേഹത്തിൽ നിന്നുള്ള മറുപടി ആയിരിക്കും. ചിലപ്പോൾ കാത്തിരിക്കുക അല്ലെങ്കിൽ എന്നത് നിരാകരണമല്ല, ദൈവത്തിന്റെ സമയത്തിനുള്ള ഒരുക്കമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55:8 പറയുന്ന പോലെ എൻ്റെ ആലോചനകൾ നിങ്ങളുടെ ആലോചനകളല്ല എന്ന് ഓർമ്മിപ്പിക്കുക. വിശുദ്ധനായ ഇസ്ഹാക്ക് പറയാണ്, ദൈവം നൽകാത്തതിലും അവന്റെ കരുണയെ തിരിച്ചറിയുന്ന ഹൃദയമാണ് ജ്ഞാനമാണ്. ഇന്നു മുതൽ ദൈവം എൻ്റെ അപേക്ഷ കേൾക്കുമ്പോൾ അവൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെ പ്രവർത്തിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത മറുപടി ലഭിച്ചാലും കർത്താവ് എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടത്തെക്കാൾ നല്ലതാണെന്ന് വിശ്വസിക്കുക. മറുപടി വൈകുമ്പോൾ നിരാശപ്പെടാതെ പ്രാർത്ഥനയിൽ ക്ഷമയും തുടരുക. ദൈവത്തിൻ്റെ അതേ മാത്രം അല്ല, ഇല്ല എന്നും കാത്തിരിക്കുകയെന്നും വിശ്വാസത്തോടെ സ്വീകരിക്കാൻ പഠിക്കുക. 23ാമത്തെ ചിന്ത, അവൻ ഇരിക്കാൻ ചോദിച്ചു. അവരാണ് യാക്കോബ് യോഹന്നാനും അവർ ഇരിക്കാൻ ചോദിച്ചു. യേശു സേവിക്കാൻ പഠിപ്പിക്കുകയാണ്. They asked to sit. Jesus taught them to serve. അവരെ സ്ഥാനത്തിരിക്കാൻ ചോദിക്കുമ്പോൾ യേശു സേവിക്കാൻ പറയുകയാണ്. അവരുടെ കണ്ണുകൾ സിംഹാസനത്തിലേക്കായിരുന്നു. യേശുവിടെ കണ്ണുകൾ ദാസന്റെ കൈകളിലേക്കാണ് തിരിച്ചത്. ലോകം ഒരാളുടെ മഹത്വത്തെ അവൻ എവിടെ ഇരിക്കുന്നു എന്നുകൊണ്ട് അളക്കുമ്പോൾ ക്രിസ്തു ഒരാളുടെ മഹത്വത്തോടെ അവൻ എത്രത്തോളം മറ്റുള്ളവരെ സേവിക്കുന്നു എന്നുകൊണ്ട് അളക്കണം. നമ്മൾ അന്യോന്യം സ്നേഹിക്കാനും സേവിക്കുവാനും യോഹന്നാൻ 13:34 സ്നേഹിക്കാൻ പറയുമ്പോൾ ഗലാത്യർ 5:13 സേവിപ്പാൻ ഓർമ്മിപ്പിക്കുക. സ്നേഹത്താൽ അന്യോന്യം സേവിപ്പാൻ ഓർമ്മിപ്പിക്കുകയാണ്. സ്വർണ്ണനാവുകാരൻ യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തുവിന്റെ ശിഷ്യന്റെ മഹത്വം അവൻ എത്ര പേരുടെ മേൽ അധികാരം ചെലുത്തുന്നതിലല്ല, എത്ര പേരെ സേവിക്കുന്നതിലാണ്. പ്രിയമുള്ളവരെ, ഇന്നു മുതൽ എനിക്ക് എന്ത് സ്ഥാനം ലഭിക്കുന്നതിന് പകരം എനിക്ക് ആരെ സേവിക്കാമെന്ന് ചോദിക്കുക. വീട്ടിലാകട്ടെ, സഭയിലാകട്ടെ, പള്ളിയിലാകട്ടെ, ആരും ശ്രദ്ധിക്കാത്ത ചെറിയ സേവനങ്ങൾ പോലും സന്തോഷത്തോടെ ഏറ്റെടുക്കുക. എൻ്റെ അധികാരം മറ്റുള്ളവരെ നിയന്ത്രിക്കാനല്ല, അവരുടെ ഭാരങ്ങൾ ലഘൂകരിക്കാണെന്ന് ഓർമ്മിപ്പിക്കുക. ഇരിപ്പിടം തേടുന്ന ശിഷ്യനാകാതെ മറ്റുള്ളവർക്കായി കുനിഞ്ഞു നിൽക്കുന്ന ദാസനായി ആകാൻ നമുക്ക്
പക്ഷെ അടുത്തിരിപ്പിന്റെ അർത്ഥം എന്താണ്? The desire to be close to Jesus. But what does closeness mean? അവർ യേശുവിനോട് അകലെ നിൽക്കാൻ ആഗ്രഹിച്ചില്ല, അവനോട് അടുത്തിരിക്കാനാണ് ആഗ്രഹിച്ചത്. യേശുവിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നത് തെറ്റല്ല, മറിച്ച് ഒരു ശിഷ്യന്റെ മനോഹരമായ ആഗ്രഹമാണ്. എന്നാൽ അവരുടെ പ്രശ്നം യേശുവിനോടുള്ള അടുത്തിരിപ്പിന് ഒരു സ്ഥാനവും ബഹുമതിയും അധികാരവുമായി മനസ്സിലാക്കിയതാണ്. യഥാർത്ഥത്തിൽ യേശുവിനോട് അടുത്തിരിക്കുന്നത് അവന്റെ സിംഹാസനത്തോട് ഇരിക്കുക എന്നതിലുപരി അവന്റെ ഹൃദയത്തിനോട് അടുത്ത് ജീവിക്കുക എന്നതാണ്. യാക്കോബ് 4:8 പറയുന്നുണ്ട്, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. എന്നിൽ വസിപ്പിൻ, ഞാനും നിങ്ങളിൽ വസിക്കുമെന്ന് യോഹന്നാൻ 15:4 ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധനായ ഇസഹാക്ക് പറയുന്നത് എങ്ങനെയാണ്? ദൈവസാന്നിധ്യം അന്വേഷിക്കുന്ന ഹൃദയമാണ് യഥാർത്ഥ സമ്പത്ത് കണ്ടെത്തുന്നത്. നമുക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്, പക്ഷെ അത് സ്വാർത്ഥ ഉദ്ദേശത്തോടു കൂടി ആയിരിക്കരുത്. നമ്മുടെ ആഗ്രഹത്തെ ഉപേക്ഷിക്കുകയല്ല, ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. ഒരു സ്ഥാനം നേടാനല്ല, അവൻ്റെ ഹൃദയം അറിയാനാണ് അവൻ്റെ അടുത്തേക്ക് വരേണ്ടത്. സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യമുണ്ട്, ഞാൻ യേശുവിൻ്റെ എത്ര അടുത്താണ് എന്നതോടൊപ്പം ഞാൻ യേശുവിനെ പോലെ എത്രമാത്രം പെരുമാറുന്നു എന്നതുകൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 25ാമത്തെ ചിന്ത പദവിക്ക് മുമ്പ് ഒരു സഹനം തിരഞ്ഞെടുക്കാൻ ഓർമ്മിപ്പിക്കുകയാണ്. ചൂസിങ് സഫറിങ് ബിഫോർ പൊസിഷൻ. പ്രിയമുള്ളവരെ, കർത്താവിടെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ യേശു ക്രിസ്തു ഇവിടെ സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഇന്ന് ഏതൊരു പൊസിഷനിലേക്ക് വരുന്നതിന് മുമ്പ് അതിന് സഹനങ്ങൾ ഏറ്റുവാങ്ങാം. ഇന്ന് ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു പദവി എങ്ങനെ നേടിയെടുക്കാമെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 14:20 ഓർപ്പിക്കുന്നത്, നാം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. ഇഗ്നാത്യോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിൽ പങ്കാളികളാകാതെ അവന്റെ ജീവിതത്തിൽ പങ്കാളികളാകാൻ നമുക്ക് കഴിയില്ല എന്ന് ഓർമ്മിപ്പിക്കുക. നമുക്ക് ലഭിക്കേണ്ട സ്ഥാനത്തേക്കാൾ അതിനായി വഹിക്കേണ്ട ഉത്തരവാദിത്വത്തെയും സഹനത്തെയും നമ്മൾ ഗൗരവമായിട്ട് കാണണം. സുഖം മാത്രം നേടാതെ വിശ്വസ്തയോടെ എൻ്റെ കടമകൾ നിർവഹിക്കുന്ന ഓർമ്മിപ്പിക്കുകയാണ്. കിരീടം ആഗ്രഹിക്കുന്നതിന് മുമ്പ് കുരിശുവരെ വഹിക്കാൻ തയ്യാറാകുന്ന ശിഷ്യനായി ഞാൻ ജീവിക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാം. 26ാമത്തെ ചിന്ത, കഴിയുമെന്ന വാക്ക് ചിലപ്പോൾ അപകടകരമാണ്. സംടൈംസ് ഐ ക്യാൻ ഈസ് എ ഡേഞ്ചറസ് വേർഡ്. ഞങ്ങൾ കഴിയുമെന്നാണ് പറയുന്നത്. പാനപാത്രം ആ കർത്താവ് അങ്ങനെ പറയുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, ഞാൻ കുടിക്കുന്ന കാസ കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന ആമോസ ഏൽക്കാനും നിങ്ങൾക്ക് കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കഴിയുമെന്ന് അവർ പറയുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, അതൊരു അപകടകരമായ ഒരു വാക്കാണ് അത് പറയുന്നത്. എന്നെ കൊണ്ട് കഴിയും എന്നവർ മറുപടി പറയുമ്പോൾ വിശ്വാസത്തിന്റെ ധൈര്യം നല്ലതാണ്. എന്നാൽ സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള അമിത ആത്മവിശ്വാസം അപകടകരമാണ്. കഷ്ടതയുടെ മാർഗം ആഴം മനസ്സിലാക്കാനുള്ള എനിക്ക് കഴിയുമെന്ന വാക്ക് ആത്മീയ അഹങ്കാരത്തിലേക്ക് നയിക്കുകയാണ്. എനിക്ക് കഴിയുമെന്നല്ല, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിൽ എനിക്ക് കഴിയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 4:13 പറയുന്നത്, അത് തന്നെയാണ്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലം എനിക്ക് സാധിക്കുമെന്ന് പറയുന്നത്. 2 കൊരിന്ത്യർ 3:5 ഞങ്ങളുടെ കഴിവ് ദൈവത്തിൽ നിന്നാകാണ്. അലക്സാന്ദ്രിയൻ വിശുദ്ധ കൊറിലോസ് പറയുന്നത് എങ്ങനെയാണ്, മനുഷ്യന്റെ ശക്തി പരിമിതമാണ്, ക്രിസ്തുവിനോടുള്ള ഐക്യത്തിലാണ് യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. എനിക്ക് കഴിയുന്നതിന് പറയുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സഹായത്തോടെ, ദൈവകൃപയായ ദൈവം സഹായിക്കുകയാണെങ്കിൽ എനിക്ക് കഴിയുമെന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാം. എൻ്റെ കഴിവ്, എൻ്റെ യോഗ്യത, ഞാൻ കാരണത്, ആ പള്ളി പണിത് ഞാൻ കാരണം, അല്ലെങ്കിൽ അത് സംഭവിച്ച് ഞാൻ കാരണം, അത് അങ്ങനെയായത് ഞാൻ കാരണം, അങ്ങനെയല്ല. വലിയ ഉത്തരവാദിത്തങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യണം. സ്വയം ആശ്രയിക്കുന്ന ആത്മവിശ്വാസത്തിന് പകരം ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന വിനയം നമുക്ക് തിരഞ്ഞെടുക്കാം. 27ാമത്തെ ചിന്ത, സ്ഥാനമാനങ്ങൾ നൽകാനുള്ള ദൈവത്തിന്റെ പരമാധികാരം. യാക്കോബ് യോഹന്നാൻ സ്ഥാനത്തിന് അപേക്ഷിച്ചപ്പോൾ യേശു അവരെ ഒരേ പ്രധാന സത്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവരാജ്യത്തിലെ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനങ്ങൾ മനുഷ്യന്റെ ആഗ്രഹം, ബന്ധം, ശുപാർശ, മത്സരം എന്നുകൊണ്ട് സ്വന്തമാക്കാവുന്നതല്ല. അത് ദൈവത്തിന്റെ പരമാധികാരത്തിനും പദ്ധതിക്ക് കീഴിലുള്ളതാണ് ദൈവരാജ്യത്തിലെ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഉയർച്ച കിഴക്കൊന്നും പടിഞ്ഞാറൊന്നും വരുന്നല്ല. ന്യായാധിപനായ ദൈവം ഒരുത്തനെ താഴ്ത്തുകയും ഒരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. കൈസരിയയിലെ വിശുദ്ധ ബസേലിയോസ് പറയുകയാണ്, യഥാർത്ഥ മഹത്വം സ്ഥാനത്തിൽ നിന്നല്ല,
ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിശ്വസ്തമായി നിർവഹിക്കുന്നതിൽ നിന്നാണ്. ആയതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഹൃദയമാണ് യഥാർത്ഥ സമാധാനം കണ്ടെത്തേണ്ടത്. എനിക്ക് ലഭിക്കാത്ത സ്ഥാനത്തെക്കുറിച്ച് വിഷമിക്കുന്നതിന് പകരം ദൈവമേ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ വിശ്വസ്തനാകാൻ ഞാൻ തീരുമാനമെടുക്കണം. മറ്റുള്ളവരുടെ ഉയർച്ച എന്റെ പരാജയമേ കാണരുത്. മനുഷ്യരുടെ ശുപാർശയേക്കാൾ ദൈവത്തിന്റെ സമയത്തിൽ വിശ്വസിക്കുക. എനിക്ക് ഏത് സ്ഥാനമാണെന്നതിനേക്കാൾ ദൈവം നൽകിയ സ്ഥാനത്ത് ഞാൻ എത്ര വിശ്വസ്തനാണെന്ന ചോദ്യമാണ് ചോദിക്കേണ്ടത്. 28ാമത്തെ ചിന്ത, ദൈവം സ്ഥാനം ഒരുക്കുന്നതിന് മുമ്പ് വ്യക്തിയെ ഒരുക്കുന്നു. ഗോഡ് പ്രിപ്പയർസ് ദ പേഴ്സൺ ബിഫോർ ദ പൊസിഷൻ. ദൈവം ഒരു ഉത്തരവാദിത്വം നൽകുന്നതിന് മുമ്പ് അത് വഹിക്കേണ്ട വ്യക്തിയുടെ ഹൃദയത്തെയും സ്വഭാവത്തെയും ഒരുക്കുന്നു. നമുക്ക് ലഭിക്കാത്ത വലിയ സ്ഥാനത്തെക്കുറിച്ച് ആകുലപ്പെടുന്നതിന് ദൈവം ഇപ്പോൾ നമ്മെ പഠിപ്പിക്കുന്ന ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരാകണം. ദാവീദ് രാജാവാകുന്നതിനും ആടുകളെ മേയിച്ചു. മോശ ജനത്തെ നയിക്കുന്ന മരുഭൂമിയിൽ വർഷങ്ങൾ പരിശീലിപ്പിക്കപ്പെട്ടു. അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിലും വിശ്വസ്തൻ എന്നാണ് ലൂക്കോസ് 16:10 പറയുന്നത്. നിന്റെ പ്രവർത്തികളെല്ലാം കർത്താവിന് സമർപ്പിക്കും, നിന്റെ ആലോചനകൾ സ്ഥിരപ്പെടുമെന്ന് സദൃശവാക്യങ്ങളുടെ പുസ്തകം, സുഭാഷിതങ്ങളുടെ പുസ്തകം 16:3 നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധനായ അബ്രഹാത്തിന്റെ ഉപദേശത്തിൽ, ആത്മോപദേശത്തിലാണ് മനുഷ്യൻ ആദ്യം തന്റെ ഹൃദയത്തെ പരിശീലിപ്പിക്കണം, പിന്നെയാണ് വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് ചെറിയ ഉത്തരവാദിത്തങ്ങളെ ഭാവിയിലെ വലിയ ശുശ്രൂഷകളുടെ ദൈവത്തിന്റെ പരിശീലനശാലകളാക്കി മാറ്റാം. ആരും കാണാത്ത കാര്യങ്ങളിലും വിശ്വസ്തത പുലർത്തുക. എന്റെ കുറവുകൾ തിരുത്താനും വിനയം വളർത്താനും ലഭിക്കുന്ന ഓരോ അവസരവും ഉപയോഗിക്കുക. സ്ഥാനത്തിനായി അശാന്തനാകാതെ ദൈവം എന്നെ ആ സ്ഥാനത്തേക്ക് യോഗ്യനാക്കുന്ന വ്യക്തിയാക്കി മാറ്റുന്നതിനായി ക്ഷമയോടെ തയ്യാറാകാം. 29ാമത്തെ ചിന്ത, 2 തെറ്റായ പ്രതികരണങ്ങൾ, 2 wrong reactions. യാക്കോബും യോഹന്നാനും സ്ഥാനത്തിനായി ചോദിച്ച ഒരു തെറ്റായ ആഗ്രഹമായിരുന്നു. എന്നാൽ അതിനോടുള്ള 10 ശിഷ്യന്മാരുടെ കോപവും മുഷിപ്പും മറ്റൊരു തെറ്റായ പ്രതികരണമായി മാറി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരാളുടെ തെറ്റായ പ്രവൃത്തി നമ്മളിലും തെറ്റായ പ്രതികരണം ഉളവാക്കാൻ എത്ര എളുപ്പമാണെന്ന്. മറ്റൊരാളേക്കാൾ അഹങ്കരിച്ചതുകൊണ്ട് ഞാൻ കോപിക്കേണ്ടതില്ല, മറ്റൊരാൾ അനീതി ചെയ്തുകൊണ്ട് ഞാൻ പ്രതികാര ബുദ്ധി ഉണ്ടാകേണ്ടതില്ല. 2 ശിഷ്യന്മാർ അങ്ങനെ ചോദിച്ചു. അവരോട് മറ്റു ശിഷ്യന്മാർക്ക് വിദ്വേഷം വരുത്തേണ്ട ആവശ്യമില്ല. വിശുദ്ധനായ നിസ്സയിലെ ഗ്രിഗോറിയോസ് പറയണം, മറ്റൊരാളുടെ വീഴ്ചയെ കണ്ടപ്പോൾ സ്വന്തം ആത്മാവിനെ അതേ വികാരത്തിൽ വീഴാൻ അനുവദിക്കാതിരിക്കുന്നതാണ് ആത്മീയ ജാഗ്രത എന്ന് പറയുന്നത്. ദോഷത്തിന് പകരം ദോഷം ചെയ്യരുതെന്ന് റോമർ 12:17 പറയുക. മറ്റൊരാൾ തെറ്റ് ചെയ്താൽ ഉടൻ പ്രതികരിക്കുന്നതിന് മുമ്പ് ഞാൻ ശാന്തനാകാനും പ്രാർത്ഥിക്കാനും പഠിക്കണം. മറ്റൊരാൾ എന്റെ കോപത്തിനോ പ്രതികാരത്തിനോ ന്യായീകരണമാക്കില്ല. ആവശ്യമായ തിരുത്തലുകൾ സ്നേഹത്തോടും ജ്ഞാനത്തോടും കൂടി നടത്തുക. അവൻ തെറ്റ് ചെയ്തു, അതുകൊണ്ട് എനിക്കും തെറ്റാം എന്നല്ല. അവൻ തെറ്റ് ചെയ്താൽ ഞാൻ യേശുക്രിസ്തുവിന്റെ വഴിയിൽ നടക്കുവാൻ തീരുമാനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. 30ാമത്തെ ചിന്ത, യേശു അവരെ ശകാരിച്ചില്ല, അടുക്കൽ വിളിക്കുകയാണ് ചെയ്തത്. യേശുവിന്റെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ്. ഈ 10 പേരത് കേട്ടപ്പോൾ യാക്കോബിനെ യോഹന്നാനെ കുറിച്ച് പിറുവിറുക്കാൻ തുടങ്ങി. ഇടത്തുഭാഗത്തിരിക്കുന്നതിന് അവർ പറഞ്ഞ ശേഷം അങ്ങനെ പറയുമ്പോൾ 10 പേരും അവരെ കുറിച്ച് പിറുവെടുക്കാൻ തുടങ്ങി. അപ്പൊ അവരുടെ ഈ ശിഷ്യന്മാരുടെ ഇടയിലുള്ള ആ പ്രതിസന്ധിയിൽ യേശു അവരോട് ശകാരിക്കുകയില്ല, മറിച്ച് അവരെ വിളിച്ച് ഉപദേശിക്കുന്ന ഒരു കാഴ്ച കാണുവാൻ സാധിക്കും. ഇതിൽ ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ മനോഹരമായ ഒരു വശം കാണാം. തെറ്റായ മനോഭാവമുള്ള മനുഷ്യനെ തിരുത്തുമ്പോൾ അവനെ തന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ നമ്മുടെ തെറ്റുകൾ കൂടുതൽ വളരും. എന്നാൽ അവന്റെ അടുക്കൽ വന്നാൽ അവന്റെ വചനം നമ്മെ തിരുത്തുകയും ചെയ്യും. യാക്കോബ് 4:8 പറയുന്നുണ്ട്, ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരുമെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, കൈസരിയയിലെ വിശുദ്ധ ബസേലിയോസ് പറയുന്നത് ഇങ്ങനെയാണ്: തിരുത്തലിന്റെ ആരംഭം മനുഷ്യന്റെ ഹൃദയം ദൈവത്തിന് മുമ്പിൽ താഴ്മയോടെ നിൽക്കുന്നതിലാണ്. തെറ്റുമ്പോൾ യേശുവിൽ നിന്ന് അകന്നു പോകാതെ അവന്റെ അടുക്കലേക്ക് കൂടുതൽ അടുത്തു വരാൻ നമ്മൾ പഠിക്കുകയാണ്. കോപം വരുമ്പോൾ ഉടനെ സംസാരിക്കുന്നതിന് പകരം ആദ്യം യേശുവിന്റെ സന്നിധിയിൽ നിശബ്ദനാവുക. മറ്റുള്ളവരെ തിരുത്തിനു മുമ്പ് എന്റെ ഹൃദയം പരിശോധിക്കുക. പ്രശ്നത്തിൽ നിന്ന് ഓടിപ്പോകുന്നവനല്ല, പ്രശ്നവുമായി യേശുവിന്റെ അടുക്കലേക്ക് വരുന്നവനായി ഞാൻ ജീവിക്കും എന്നുള്ള തീരുമാനം നമുക്ക് എടുക്കാം. 31ാമത്തെ ചിന്ത, യേശു അവരെ അടുക്കൽ വിളിക്കുകയാണ് ചെയ്തത്. യേശു അവരെ പൊതുജനങ്ങളുടെ മധ്യത്തിൽ അപമാനിച്ചില്ല, അവരെ വഴക്കു പറഞ്ഞില്ല. അവരെ അപമാനിക്കുന്നതിന് പകരം തെറ്റിന് തിരുത്തുന്ന ആവശ്യമാണ്. എന്നാൽ തിരുത്തൽ ലക്ഷ്യം മനുഷ്യനെ തകർക്കാറില്ല, അവനെ പുനഃസ്ഥാപിക്കാനാണ്. സത്യവും സ്നേഹവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് തിരുത്തൽ അനുഗ്രഹപ്രദമായി മാറുന്നത്.
പ്രിയമുള്ളവരെ, സ്നേഹമെല്ലാം മൂടുന്നു എന്നാണ് 1 പത്രോസ് 4:8 കാണുവാൻ സാധിക്കുന്നത്. സ്വർണ്ണനാവുകാരൻ യോഹന്നാനോസ് പറയാണ്, തിരുത്തലിന്റെ ലക്ഷ്യം കുറ്റക്കാരനെ നാണിപ്പിക്കാനല്ല, അവനെ തിരികെ നേടലാണ്. ആയതുകൊണ്ട് ആദ്യം അവന്റെ മാന്യത സംരക്ഷിക്കണമെന്ന് നമ്മൾ ഒരാളെ തെറ്റ് തിരുത്താനായിട്ട് ശ്രമിക്കണം. അവന്റെ മാന്യത സംരക്ഷിക്കണം. കഴിയുന്നിടത്ത് സ്വകാര്യമായി സംസാരിക്കുക, കഠിനമായ സത്യവും സ്നേഹത്തോടെ പറയുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഒരാളുടെ ദൗർബല്യം മറ്റൊരാളോട് പറഞ്ഞ് അവനെ അപമാനിക്കില്ല. മനുഷ്യന് തറക്കുന്ന തിരുത്തലല്ല, മനുഷ്യന് ഉയർത്തുന്ന തിരുത്തലാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. 32ാമത്തെ ചിന്ത, അധികാരം ലഭിച്ചാൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. പവർ റിവീൽസ് ക്യാരക്ടർ. അധികാരം ഒരു സൗകര്യം മാത്രമല്ല, ഒരു ആത്മീയ പരീക്ഷണവുമാണ്. അല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിൽ വിശ്വസ്തനാണെന്ന് ലൂക്കോസ് 16:10 പറയുന്നത്. അധികാരം ലഭിക്കുമ്പോൾ ഒരാൾ ദുർബലനോട് എങ്ങനെ പെരുമാറുന്നു, തൻ്റെ കീഴിലൂടെ വാക്കുകൾ കേൾക്കുന്നുണ്ടോ, എതിർപ്പിനെ എങ്ങനെ സ്വീകരിക്കുന്നതിലാണ് അവൻ്റെ ഹൃദയം വെളിപ്പെടുന്നത്. നാൻസിയാൻസിലെ ഗ്രിഗോറിയോസ് പറയുന്നത് എങ്ങനെയാണ്, നേതൃത്വം മറ്റുള്ളവരുടെ മേൽ ഉയരാനുള്ള അവസരമല്ല, അവർക്ക് വേണ്ടി ഉത്തരവാദിത്വം വഹിക്കാനുള്ള വിളിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വേദപുസ്തക വചനവും ഇതുതന്നെ ആയിരിക്കണം. യേശു അവരെ വിളിച്ചിട്ട് ജാതികളുടെ തലവാന്മാർ എന്ന് വിചാരിക്കപ്പെടുന്നവർ അവരുടെ യജമാന്മാർ, അവരുടെ പ്രഭുക്കന്മാർ, അവരുടെ മേൽ അധികാരമുള്ളവരുമാകുന്നു നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങളുടെ ഇടയിൽ പ്രകാരമായിരിക്കരുത്. നിങ്ങൾ വലിയവനാകുവാൻ കാക്ഷിക്കുന്നവൻ ശുശ്രൂഷകനായി മാറണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. താഴ്മ ധരിക്കാൻ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് ലഭിച്ച ഓരോ അധികാരത്തെയും ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തമായി കാണുക. എന്നെക്കാൾ താഴ്മയുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എൻ്റെ സ്വഭാവത്തിന്റെ പരീക്ഷണമാണെന്ന് ഓർക്കുക. എൻ്റെ വാക്ക് മാത്രം അടിച്ചേൽപ്പിക്കാതെ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുക. അധികാരം എന്നെ വലിയവനാക്കുന്നതല്ല, അധികാരം ലഭിച്ചപ്പോൾ ഞാൻ എത്രത്തോളം വിനയത്തോടെ പെരുമാറുന്നു എന്നാണ് എൻ്റെ യഥാർത്ഥ വലിപ്പം എന്ന് ഓർക്കണം. 33ാമത്തെ ചിന്ത പറയാണ്, ശുശ്രൂഷയാണ് യഥാർത്ഥ വലിപ്പത്തിന്റെ മാനദണ്ഡം. സർവീസ് ഇസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ട്രൂ ഗ്രേറ്റ്നെസ്. ലോകം ഒരാളുടെ വലിപ്പം അളക്കുന്ന പദവി, അധികാര, സമ്പത്ത്, പ്രശസ്തി എന്നതുകൊണ്ടാണ്. എന്നാൽ യേശു നൽകുന്ന മാനദണ്ഡം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ദൈവരാജ്യത്തിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരെ തൻ്റെ കീഴിൽ നിർത്തുന്നവനല്ല, മറിച്ച് മറ്റുള്ളവർക്കായി താഴ്മയുടെ ശുശ്രൂഷ ചെയ്യുന്നവനാണ്. യഥാർത്ഥ വലിപ്പം എത്ര പേർ എന്നെ ബഹുമാനിക്കുന്നവരല്ല, എത്ര പേർക്ക് എൻ്റെ ജീവിതം അനുഗ്രഹമായി മാറുന്നതെന്നാണ്. മറ്റുള്ളവരെക്കാൾ വലിയവനാകണം എന്ന ആഗ്രഹത്തിന് പകരം മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ നാം മനസ്സിലാക്കുക, കർത്താവാണ് നമ്മെ വഴി നടത്തുന്നുള്ള ബോധ്യത്തോടെ നിൽക്കുക. ആവശ്യത്തിലിരിക്കുന്ന ഒരാളെ സഹായിക്കാൻ നമുക്ക് മുന്നോട്ട് വരാം. ആരും ശ്രദ്ധിക്കാത്ത ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷത്തോടെ ചെയ്യാം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ എങ്ങനെ ആയിരിക്കും? വലിയവൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ശുശ്രൂഷകരായിരിക്കും. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവനോ എല്ലാവർക്കും ദാസനായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടാനല്ല വന്നത്, പിന്നെ ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി രക്ഷയായി തന്നെ നൽകാനാണ് വന്നതെന്ന് പറയുകയാണ്. 34ാമത്തെ ചിന്ത, ഈ വേദഭാഗത്തിന് വിശുദ്ധ മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ 5 ശക്തമായ വിരുദ്ധതകൾ കാണുവാൻ സാധിക്കും. ലോകത്തെ ചിത്രീകരിക്കുന്ന അധികാരത്തെക്കുറിച്ചാണ്, യേശു സേവനത്തെക്കുറിച്ച്. ലോകം വലിയവനാകുന്ന അധികാരം നേടുന്നതിനാണ് പഠിപ്പിക്കുമ്പോൾ, യേശു വലിയവനാകാനുള്ള വഴി ശുശ്രൂഷയാണ് പഠിപ്പിക്കുക. ലോകം മറ്റുള്ളവരുടെ മേലാണ്, യേശു മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ലോകത്തിന്റെ നേതൃത്വം പലപ്പോഴും മറ്റുള്ളവരുടെ മേൽ നിയന്ത്രണം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. യേശുവിന്റെ നേതൃത്വം മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് ഉത്തരവാദിത്തം എടുക്കുകയാണ്. ലോകം പറയുകയാണ് സ്വയം ഉയരാൻ, യേശു പറയുകയാണ് മറ്റുള്ളവരെ ഉയർത്തുവാനാണ്. യഥാർത്ഥ ക്രിസ്തീയ മുഖത്ത് സ്വന്തം പേര് ഉയർത്തുന്നതല്ല, മറ്റുള്ളവരുടെ ജീവിതം ഉയർത്തുന്നതാണ്. ലോകം പറയുകയാണ് എന്നെ സേവിക്കാനാണ്, യേശു പറയുകയാണ് ഞാൻ സേവിക്കുമെന്നാണ്. യേശുക്രിസ്തു പറയുകയാണ് മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, പിന്നെ ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായിട്ട് കൊടുക്കുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. തന്നെ നൽകാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ചിന്തയുടെ ലോകം പറയുന്നത് എന്നെ സേവിക്കാൻ, കർത്താവ് പറയുകയാണ് ഞാൻ അവരെ സേവിക്കുമെന്ന്. 5ാമത്തെ ചിന്ത, ലോകം പറയുന്നത് എൻ്റെ ജീവൻ എനിക്ക് വേണ്ടിയാണ്, യേശു പറയുകയാണ് എൻ്റെ ജീവൻ അനേകർക്ക് വേണ്ടിയാണ്.
ലോകം സ്വന്തം ജീവിത സൗകര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ യേശു തന്റെ ജീവൻ അനേകർക്ക് വേണ്ടി നൽകാനുള്ള സ്നേഹം കാണിക്കുകയാണ്. ലോകം വലിയവനാകാൻ പറയുമ്പോൾ യേശു ദാസനാകാൻ പറയുക, ലോകം ഉയരാൻ പറയുമ്പോൾ യേശു താഴാൻ പറയുക, ലോകം അധികാരം നേടാൻ പറയുമ്പോൾ യേശു സേവിക്കാൻ പറയുക, ലോകം എന്നെ സേവിക്കാൻ പറയുമ്പോൾ യേശു ഞാൻ സേവിക്കുമെന്ന് പറയുക, ലോകം ജീവൻ സ്വന്തമായി സൂക്ഷിക്കാൻ പറയുമ്പോൾ യേശു ജീവൻ അനേകർക്ക് നൽകാൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു പറയുന്ന ഏറ്റവും വലിയ കാര്യം, യേശുവിൻ്റെ രാജ്യത്തിലെ യഥാർത്ഥ മഹത്വം അധികാരത്തിൽ നിന്നല്ല, ശുശ്രൂഷയിൽ നിന്നാണ്. ഉയരം സ്ഥാനത്തിൽ അല്ല, താഴ്മയിലാണ്. നേതൃത്വം മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിലല്ല, മറ്റുള്ളവർക്കായി സ്വയം നൽകുന്നതിലാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ 34 ചിന്തകളും ഇന്നത്തെ എവൻഗേലിയൻ വേദഭാഗത്ത് നാം കാണുകയുണ്ടായി. ഈ ചിന്തകൾ നമുക്ക് ദൈവത്തോട് അടുത്തു വരാനുള്ള വഴികളായി രൂപാന്തരപ്പെടട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഇടവരുത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന് നാം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.